ഓക്കെ ഓക്കെ. മാം സ്റ്റാർട്ട് ചെയ്യാലേ? മാം ഓക്കെ അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന ഇന്നോണം നമ്മൾ വെബിനാറുകൾ നടത്തി വരുന്നു. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷം. സോ ഇതിലൂടെ നമുക്കൊക്കെ നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലും നമുക്ക് ഒരുപാട് സ്കിൽഡ് ആവാനും അതുപോലെ നമ്മുടെ കരിയറിലൊക്കെ നമുക്ക് ഒരുപാട് കോൺഫിഡന്റ് ആവാനും സഹായിക്കുന്ന ഒത്തിരി അറിവുകളാണ് ദിനേന എന്നോണം നമ്മൾ നടത്തി വരുന്നത്, ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ കൊടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ഈ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ഇന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതായത് കണക്ടിങ് വിത്ത് യുവർ ടീൻ ഫാമിലി അപ്രോച്ച് എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് വരുന്ന ഒരു ഏരിയ തന്നെയാണ് ടീനേജ് എന്ന് പറയുന്നത് അല്ലെ. ടീനേജ് എന്ന് പറയുമ്പോൾ അവരുടെ ഫിസിക്കലി മെന്റലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അവർ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ടൈമാണ്. ഈ ഒരു ടൈമില് ഫാമിലി പാരന്റ്സ് ആയാലും അവരുടെ കുട്ടികളായാലും ഒരുപോലെ ആശങ്ക ഉണ്ടാകുന്ന ഒരു ഏജ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഡീൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. സോ അത്തരത്തിലുള്ള ഈ ഒരു സ്റ്റേജിനെ നമുക്ക് എങ്ങനെ മനോഹരമായി ഡീൽ ചെയ്യാം, നമ്മുടെ ഫാമിലി നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കി തരും. ഓക്കെ, നമ്മുടെ ഈ ഒരു സെഷൻ ഇന്ന് ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായിരുന്ന സ്നേഹ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസന്റ് കൗൺസിലർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് എന്നൊരു വർക്ക്ഷോപ്പ് മാം നടത്തി വരുന്നുണ്ട്.
അതിന്റെ 3rd ബാച്ച് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് കൂടാതെ തന്നെ ADHD, അതുപോലെ ഫോൺ അഡിക്ഷൻ, കപ്പിൾ തെറാപ്പി, MBCT, ACT തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളും മാം വിൻബിൾ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ ADHD മാനേജ്മെന്റ് എന്നൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് വെബിനാറുകളും മാം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ ഒരുപാട് പേർ അറ്റൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരെല്ലാം ഇതിലും ഇൻവോൾവ് ആയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ സെഷൻ നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. പറ്റുന്നവരൊക്കെ നല്ല വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പീസ് ആൻഡ് കംഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം ഇൻവോൾവ് ആവുക, പറ്റുന്ന രീതിയിലൊക്കെ ഇന്ററാക്ട് ചെയ്യുക. സോ നമ്മുടെ ഒരു സെഷൻ നമുക്കിവിടെ തുടക്കം കുറിക്കാം. ആദ്യം തന്നെ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മാം. യെസ്, പരിചയമുള്ളൊരു ശബ്ദം ആദ്യം തന്നെ സാറുടെ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ശരിക്കും കുറെ കൗൺസിലിംഗ് പ്രോസസ് എന്നുള്ള ഒരു രീതിയിലല്ല, ആക്ച്വലി നമുക്ക് അഡോളസൻസിന്റെ കേസസ് ഒരുപാട് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടീനേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നേരിടേണ്ട പ്രശ്നമാണ്. പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്നത്. അതിപ്പോ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാരുണ്ട്. ഇവരൊക്കെ പലർക്കും സ്ട്രെസ്, കുട്ടികളെക്കാൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഈ പീരീഡിൽ പാരന്റ്സ് ആണ്. അവരുടെ ഒപ്പം പാരന്റ്സും സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ടൈമാണ്. കാരണം ഞാനൊരു ടീച്ചറും കൂടിയാണ്. ഞാൻ 5 കൊല്ലമായിട്ട് ഈ അഡോളസന്റ് പിള്ളേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ്. കുട്ടികൾ നമ്മളോട് വന്ന് കുറെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ സൈക്കോളജിയിലോട്ട് തിരിയുന്നത് തന്നെ. കാരണം അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് എപ്പോഴും നമ്മളൊരു അഡ്വൈസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു സൊല്യൂഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പിന്നെ സൈക്കോളജിയിലോട്ട് തിരിഞ്ഞതൊക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ടീനേജിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ്, എന്തുകൊണ്ട് അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഇതിലിപ്പോ കൗൺസിലിംഗ് ഇല്ലാത്ത ആൾക്കാർ, അതായത് കൗൺസിലിംഗ് ബേസ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ സ്ഥലം പാലക്കാടാണ് കേട്ടോ. എപ്പോഴും വെബിനാർ കഴിഞ്ഞ പല ആൾക്കാരും മെസ്സേജ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ മാമിന്റെ പ്ലേസ് എവിടെയാണ്. എന്റെ പ്ലേസ് പാലക്കാടാണ്. എന്റെ കൗൺസിലിംഗ് സർവീസസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അഡോളസൻസ് എല്ലാവർക്കും അറിയാലോ. 10 വയസ്സ് മുതലാണ് ഇപ്പൊ അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേക്കെ നമ്മളൊരു 13+ അഡോളസൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 10 വയസ്സ് മുതലേ കുട്ടികൾ അഡോളസന്റ് ബിഹേവിയറിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ഒരു കാര്യം. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, അതായത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇങ്ങനെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഒരു മിഡ് 20s ഒക്കെ എത്തണം ആ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെങ്കിൽ. അപ്പൊ അവർക്ക് അറിയാലോ, ഈ ഒരു പ്രായം അഡോളസൻസ് ഏജിൽ എത്തുമ്പോഴേക്കും അവർക്ക് എല്ലായിടത്തും തീരുമാനം എടുക്കാനുള്ള ഒരു എബിലിറ്റി ആയിട്ടില്ല. ആ ഒരു പ്രോസസ്സിംഗിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ അതേസമയം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവരുടെ ഇമോഷൻസ്. നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാലയാണ് ഈ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇമോഷണൽ സെന്റർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് സ്ട്രോങ് ഫീലിങ്സ് ആയിരിക്കും. അത് സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിക്കോട്ടെ, എന്ത് ഫീലിങ്സ് ആണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും അത് ഹൈ ആയിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് പലപ്പോഴും ടീനേജിലുള്ള കുട്ടികൾ ഭയങ്കര ഇമ്പൾസീവും, അല്ലെങ്കിൽ എന്താ പറയാ, എപ്പോഴും ഒരു മൂടി ആയിട്ടിരിക്കുന്നത് കാണാറില്ല. അവര് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും വളരെ സഡൻ ആയിരിക്കും, അല്ലെ, ഒരു പ്രോപ്പർ ഡിസിഷൻ ആയിരിക്കില്ല. അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യാനോ നമുക്ക് പറ്റില്ല. കാരണം അവരുടെ ബ്രെയിൻ അപ്പൊ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ മുഴുവനായിട്ട്. പ്രത്യേകിച്ചും അവരുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ ഭാഗമാണ് ഡിസിഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടപ്പിലാക്കുന്നത്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. ഒരു മിഡ് 20s ഒക്കെ ആവണം അത് കംപ്ലീറ്റ് ഡെവലപ്മെന്റ് കഴിയാനായിട്ട്. അപ്പൊ ആ ഒരു ടൈം ആയതുകൊണ്ട് അവര് ഭയങ്കര മൂടിയായിരിക്കും, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. ഞാൻ അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ഹൈറ്റൻഡ് ഇമോഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്കും അവര് സൈക്കോളജിക്കലി ഫിസിക്കൽ ചേഞ്ചസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്.
നമ്മുടെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് സൈക്കോളജിക്കലി മാത്രം ഞാൻ പ്രത്യേകം എടുത്തു പറയണു. സൈക്കോളജിക്കൽ ചേഞ്ച് വരുമ്പോഴേക്കും അവരുടെ ഒരു ഐഡന്റിറ്റിക്ക് ഒരു ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഇൻഡിപെൻഡൻസ്. അല്ലെ, എന്റെ കാര്യം എനിക്കറിയാം, എനിക്ക് നോക്കാറിയാം, അച്ഛനും അമ്മയും ഇടപെടണ്ട എന്ന് വരെ പറയുന്ന ലെവലിലോട്ട് അവർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരൊരു ഇൻഡിപെൻഡൻസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു പ്രായത്തിൽ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ഡിസിഷൻ എടുക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇൻഡിപെൻഡൻസ് അവര്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം അവര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ്. അത് മാത്രമല്ല, പല കാര്യങ്ങളെ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അതോറിറ്റീസിനെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അതോറിറ്റീസ് പറയുന്നത് കേൾക്കണം എന്നുണ്ടാവില്ല. അതേപോലെ അബ്സ്ട്രാക്ട് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഹൈ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ അത് മാത്രമല്ല, പിയർ അപ്രൂവല് ഭയങ്കരമായിട്ട് നോക്കുന്ന സമയമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് ഫ്രണ്ട്സ് ആണ് എല്ലാം. വീട്ടിലൊക്കെ ഇപ്പൊ പാരന്റ്സ് പറയുന്നതാണ് അവർക്ക് ഫ്രണ്ട്സിനെ മതി, വീട്ടുകാരെ ഒന്നും വേണ്ട എന്നുള്ളത്. ആ ഒരു ഫ്രണ്ട്സിന്റെ അപ്രൂവലിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എക്സ്പെരിമെന്റ് ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ റിസ്ക് എടുക്കുക, നമ്മൾ എന്താ പറയാ, ഹൈ റിസ്ക് ടേക്കിംഗ് ആണ് അവർക്ക്. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, പലപ്പോഴും ചിലപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് പോകുന്നതും റെക്ലെസ് ഡ്രൈവിംഗിലോട്ട് പോകുന്നതും ഒക്കെ ഇവിടെ സ്വാഭാവികമായിട്ടും പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു കാര്യങ്ങളാണ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ഇൻഡിപെൻഡൻസ് കൂടും, റൂൾസ് ക്വസ്റ്റ്യൻ ചെയ്യും. അതോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അവര് ക്രിട്ടിക്കൽ തിങ്കിങ് കൂടുതലായിരിക്കും, അബ്സ്ട്രാക്ട് തിങ്കിങ് കൂടുതലായിരിക്കും. പിയർ അപ്രൂവല്, അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കി അറിയാം. അവരുടെ പിയർ ഗ്രൂപ്പിന്റെ ഒരു ട്രെൻഡ് തന്നെയായിരിക്കും അവരുടെ ട്രെൻഡ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കൊറിയൻ ട്രെൻഡാണ് അല്ലെ, ബാഗി ജീൻസും നല്ല ലൂസ് ആയിട്ടുള്ള ഷർട്ടും ടീഷർട്ടും, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അവരുടെ ഒരു പാറ്റേണിൽ ആ ഏജിലുള്ള എല്ലാ കുട്ടികളും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഡ്രസ് ചെയ്തിട്ടുണ്ടാവും. കാരണം പിയർ അപ്രൂവൽ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വലിയ കാര്യമായിട്ടാണ് അവർ എടുക്കുന്നത്. അതവിടെ വരുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോന്ന് പരീക്ഷ വെക്കുന്നത് കണ്ടിട്ടില്ലേ, പിള്ളേര് സ്മോക്കിംഗ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷ വെക്കുക. ആ ഒരു രീതിയിലുള്ള ഒരു ടെൻഡൻസി ഒക്കെ അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാല് ഇമോഷൻസ് ഹൈ ഇമോഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു, അവരുടെ ബ്രെയിൻ ഇമ്മെച്വർ ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒന്നും പ്രോപ്പർ ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മൂഡ് റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പിയറൻസ് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചെന്നല്ലേ, ഇവൻ എനിക്കറിയാവുന്നതിനേക്കാളും സാധനങ്ങൾ അവർക്കറിയാം. എന്നോടൊക്കെ പറയും, ടീച്ചറെ ആ സെറം നല്ലതാണ്, ഈ സെറം നല്ലതാണെന്നൊക്കെ. പെൺപിള്ളേരല്ല കേട്ടോ, ആൺപിള്ളേര് വരെ പറയും. കാരണം അവര് ഭയങ്കര അപ്പിയറൻസിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫീഡ്ബാക്കിന് പെർഫോമൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അവരുടെ കോൺഫിഡൻസ് കിടക്കുന്നേ അതിലൊക്കെ തന്നെയാണ്. മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്ക്, പെർഫോമൻസ്, അപ്പിയറൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണല്ലോ കുട്ടികൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ. അപ്പൊ അതിലവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണമൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. പക്ഷെ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ആ ഫോളോവേഴ്സ് വരെ അവർക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളോടാണ് അവരുടെ ഇമോഷൻസ് ഒക്കെ ടൈ ആയിട്ട് കിടക്കുന്നത്. അപ്പിയറൻസും സോഷ്യൽ ഫീഡ്ബാക്ക് ആണെങ്കിലും പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും. പിന്നെ വീട്ടുകാരായിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് പ്രൈവസി ആൻഡ് ഓട്ടോണമി. അവർക്ക് എപ്പോഴും ഒരു പ്രൈവസി വേണം, അവരുടെ കാര്യങ്ങള്, അവർ ചെയ്യുന്ന കാര്യങ്ങള്, അതിലൊക്കെ ആ ഒരു ഓട്ടോണമി അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വേണം. പക്ഷെ അത് അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ആവശ്യമാണ്. പക്ഷെ അതിനൊപ്പം അവർക്ക് ഒരു ഓട്ടോണമി അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രായത്തിൽ പൊതുവേ കാണുന്നത്. ഇനി പറഞ്ഞ പോലെ പിയർ ഇൻഫ്ലുവൻസ്, പിയർ അക്സെപ്റ്റൻസ് ആണ്. ഇപ്പോഴും ഫാമിലിനെ കാണും, അവർക്ക് അതിനുള്ളൊരു ഫിയർ ഓഫ് റിജക്ഷൻ നന്നായിട്ടുണ്ടാവും. അതിൽ എത്തിപ്പെടാൻ പറ്റുമോ, അവരുടെ ഒപ്പം ചെയ്യാൻ പറ്റുമോ, അവരുടെ ആ രീതിയിൽ പോകാൻ പറ്റിയില്ലേ. ഇപ്പൊ ഈ പലപ്പോഴും പല കുട്ടികളും സ്മോക്കിങ്ങിലും ഇതിലൊക്കെ പോകുന്നതിന്റെ റീസൺ കൂടെ അതാണ്. കാരണം അവരുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇവൻ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ പുറത്താവും. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ
അവരുടെ ഗ്രൂപ്പിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ കൂടെ ഇവർ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവള് പുറത്താവും. ദാറ്റ് ഇസ് ഫിയർ ഓഫ് റിജക്ഷൻ അവർക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആ നോട്ട് ഫിറ്റിംഗ് ഇന്നുള്ള ഒരു ടെൻഡൻസി കൊണ്ടാണ് പല ബിഹേവിയറിലും പോയി പെടുന്നത്. ദെൻ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ഇമ്പാക്ട് നമ്മുടെ ഒരു കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനും വാലിഡേഷൻ സീക്ക് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെക്കാളും കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, മൊബൈൽ ഫോൺ ആയാലും ഒരു സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഏജ് ആണ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായ അക്കൗണ്ട് ഉണ്ട് അല്ലെ, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പിന്നെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയാസ് പലയിടത്തിലും അവർക്ക് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ അവർ ആക്റ്റീവ് ആണ്. അവിടെയൊക്കെ അവരുടെ ഒരു വാലിഡേഷൻ സീക്കിങ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്ന കുറച്ച് തോട്ട് പാറ്റേൺസ് ആണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്താ പറയാ, ഈ അഡൽസിനോടൊക്കെ പറയാം നമ്മൾ പറയണ എന്താ വീട്ടുകാർ കേൾക്കാത്ത, എന്താ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താണെന്നുള്ള ഒരു ഐഡന്റിറ്റി അത് അപ്പോഴും അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഫ്രീഡം വേണം താനും, പക്ഷെ അതിന്റെ ഒരു പേരുണ്ടാവും. ഇങ്ങനെയുള്ള ഇഷ്യൂസിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ഐഡന്റിറ്റി ക്രൈസിസിലൂടെ പോകുന്ന ഒരു ടൈം പീരീഡ് ആണ് അഡോളസെൻസിന്റെ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവർ നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ചലഞ്ച് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് ഫാമിലിക്കും കിട്ടും അല്ലെങ്കിൽ പാരന്റ്സിനും കിട്ടും. ഇപ്പൊ ഇവർ ഓട്ടോണമി ആഗ്രഹിക്കുന്നു, ഇവര് വീട്ടിൽ ബഹളം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, പാരന്റ്സ് അത് കൊടുക്കില്ല, അപ്പൊ അവിടെ ഇഷ്യൂ ആവും. അതേപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കണ്ടെത്തി വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ പാരന്റ്സ് ആദ്യം കേൾക്കും. നോക്കുന്ന പാരന്റ്സും ഉണ്ട് കേട്ടോ, എല്ലാ പാരന്റ്സിനും പറയുന്നില്ല. പക്ഷെ നമ്മൾ നോർമലി സാധാരണക്കാരായിട്ടുള്ള പാരന്റ്സ് ഒക്കെ പെട്ടെന്ന് എന്താ ചെയ്യാ, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ അത് കുട്ടികളെ വീണ്ടും ഫാമിലിയിൽ നിന്ന് എന്തോട്ട് കൊണ്ടുപോകും, ദൂരേക്ക് കൊണ്ടുപോവാണ് നോർമലി ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷണൽ ആൻഡ് ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്ന പീരീഡ് രണ്ടു പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. അത് ശരിക്കും വേണമെന്ന് വെച്ചാണോ ചോദിച്ചാൽ അല്ല. കുട്ടികൾ വേണമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല. അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്, അതേപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്, അമിഗ്ഡാല ഹൈ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് അവർ ചെന്ന് എത്തുന്നു. ക്ലിയർ ആണോ? Yes, of course. ഇതിലുണ്ടോ അഡോളസൻസ് ഏജിലുള്ള മക്കളുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്. Class stage ഒക്കെ കഴിഞ്ഞു. അപ്പോ ഈ പറഞ്ഞ പോലെ ടീനേജേഴ്സിനെ പാരന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര അവർ ഇമോഷണൽ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സോറി, ഇടയിൽ എന്തോ നെറ്റ് കട്ടായി. പാരന്റിങ് ടീനേജേഴ്സ് ആൻഡ് ഇമോഷണൽ കണ്ടാജിയൻ. ഇമോഷൻ കണ്ടാജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൂഡ് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇമോഷണൽ കണ്ടാജിയൻ. സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലൊരാൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് കയറി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലൊരാൾ വിഷമിച്ചിരിക്കുന്ന കാണുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കും അത് ഫീൽ ചെയ്യില്ലേ, തോന്നാറില്ലേ? അവര് നമ്മളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ഫേസിൽ നമുക്ക് ആ സ്ട്രെസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ ആ സ്ട്രെസ്സും വിഷമവും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഫീൽ ചെയ്യാറില്ലേ? ഉണ്ടോ? ദാറ്റ് ഈസ് ഇമോഷണൽ കണ്ടാജിയൻ. കണ്ടീജിയസ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്പ്രെഡ് ആവുന്നത്, ദാറ്റ് ഈസ് ഇമോഷൻസും സ്പ്രെഡ് ആവും. അത് നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്കിടയിൽ മാത്രമല്ല, ടീനേജേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ മൂഡ് പതിയെ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ടീനേജിലെ കുട്ടികള് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ, അവരുടെ മൂഡ് ചേഞ്ച് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാരന്റ്സും അതേ കണ്ടീഷനിലോട്ട് പോകും. സിമിലർ, നേരെ തിരിച്ചും പാരന്റ്സ് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റഡ് ആവുമ്പോൾ, അവർ ദേഷ്യം കാണിക്കുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് ആരും കാണിക്കുക, കുട്ടികളും കാണിക്കുക. അപ്പൊ പാരന്റ്സ് ദേഷ്യപ്പെടുമ്പോ അവരും തിരിച്ച് ദേഷ്യപ്പെടും. പാരന്റ്സ് ഇമോഷണൽ ആവുമ്പോൾ അവരും തിരിച്ച് ഇമോഷണൽ ആവും.
സെയിം കാര്യം അവര് പോലും അറിയാതെ അവരുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ കുട്ടികളെ വിഷമിക്കുമ്പോ ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ടല്ലേ ചീത്ത പറഞ്ഞതെന്നൊക്കെ പാരന്റ്സ് പറയുമ്പോൾ അവര് ചീത്ത പറയുമ്പോൾ ഉപയോഗിച്ച അതേ ദേഷ്യം തന്നെയാണ് കുട്ടിയും അറിയാതെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. അത് നമ്മൾ ശരിക്കും അതൊരു സയൻസ് ആണ്. നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കുട്ടിക്കാലത്ത് മിറർ ന്യൂറോൺസ് എന്നാ പറയാ. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തില് ഒരു ന്യൂറോൺ ഉണ്ട്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നെർവ് സെൽ, നാഡീകോശങ്ങളാണ്. സോ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഇമോഷൻസും ആക്ഷൻസും കോപ്പി ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ട്. അപ്പൊ ടീൻസ് നാച്ചുറൽ ആയിട്ടും പാരന്റ്സിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ ടോണ്, അവരുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ടീനേജിലെ കുട്ടികൾ ഇവൻ എന്തൊരു ദേഷ്യമാണ്, ഇവൻ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് എന്ന് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം, എപ്പോഴെങ്കിലും ഒക്കെ നമ്മളും അതേ ടോണ്, അതേ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതേ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് അവര് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ അവരെ നോക്കി സ്മൈൽ ആണെങ്കിൽ അവരും കാണുമ്പോൾ സ്മൈൽ ചെയ്ത് അവരും റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ ടെൻസ്ഡോ സ്ട്രെസ്ഡോ ആണെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെ ആയിരിക്കും. അത്ര വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമോഷൻസ് സ്പ്രെഡ് ആവും. പ്രത്യേകിച്ച് ഒരു ഫാമിലിയിലോട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഒരേ അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത്, ഒരേ കണ്ടീഷനിൽ. അപ്പൊ അവിടെ ഒരാള് സ്ട്രെസ്ഡ് ആയാല് അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ മാറുന്നതിനനുസരിച്ച് അത് എല്ലാവരെയും എഫക്ട് ചെയ്യും. വേർഡ്സ് അത് പറയണം എന്നില്ല, അതാ പറയാം. ഈവൻ വിത്തൗട്ട് വേർഡ്സ് നമുക്ക് ആ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ആ ഒരാളുടെ ഫേസ് മാറുന്ന എല്ലാവരും ഒരേപോലെ അഫക്ട് ചെയ്യുന്നുള്ളതാണ്. ആരുടെ മൈക്ക് ഓണാണ്, ഒന്ന് ജസ്റ്റ് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പൊ അതൊരു മിറർ ന്യൂറോൺസ് ആണ്. നമുക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്, മറ്റൊരാളുടെ ഇമോഷൻ അതേപോലെ നമ്മളും വരും. ഇനി ന്യൂറോൺസ് മാത്രമല്ല ആക്റ്റീവ് ആവുന്നത്, ഇതിന്റെ ഒരു സയൻസ് പറഞ്ഞിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ട്. ദെൻ സ്ട്രെസ്സിലോട്ട് ആകുമ്പോഴേക്കും നമ്മുടെ ബോഡി ആണെങ്കിലും ഈവൻ പാരന്റ്സിന്റെ ആണെങ്കിലും ബോഡി സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഇവിടെ കോർട്ടിസോള്, അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണുകൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ട്രെസ് ഹോർമോൺ എന്നുള്ള പേരേ കോർട്ടിസോളിനെ പറയുന്നതാണ്. ഈ കോർട്ടിസോൾ കൂടിയ എന്താണെന്നറിയോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് കിട്ടില്ല, എന്നും ഓർമ്മക്കുറവ്, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ അഡ്രിനാലാണെങ്കിൽ നമ്മളെ എപ്പോഴും അലേർട്ട് ആക്കിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ടെൻഷൻ വരും, അത് തീർന്നില്ലല്ലോ, ഇത് തീർന്നില്ലല്ലോ എന്നുള്ളൊരു അലേർട്ട്നെസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ ഇഷ്യൂ ഇതേപോലെ ടീനേജുകൾ എടുക്കും. അതായത് പാരന്റ്സിന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ പാരന്റ്സ് നിന്ന് വരുന്ന സ്ട്രെസ് സിഗ്നൽസ് നേരെ ടീനേജിലുള്ള കുട്ടികളെയും ഒരേപോലെ എഫക്ട് ചെയ്യും. നമ്മൾ ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട്, ഇവന് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ നമ്മളാണ് ഇത്രയും സ്ട്രെസ് എടുക്കുന്നത്, അവരെ ഒന്നും അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പാരന്റ്സ് പറയാറുണ്ട്. പക്ഷെ ഇവര് കാണുന്നുണ്ടല്ലോ, ഇവര് പറയേണ്ട ആവശ്യമില്ല. പാരന്റ്സ് സ്ട്രെസ്ഡ് ആവുന്നത്, അതായത് അവരുടെ സ്ട്രെസ്സിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ ടീനേജിലുള്ള കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ പാരന്റ്സ് ഒച്ചെടുക്കും, ദേഷ്യപ്പെടും. ഇതേ കാര്യങ്ങള് കുട്ടികളുടെ ഉള്ളിലെയും സ്ട്രെസ് ഹോർമോൺസിനെ ആക്റ്റീവ് ആക്കും. അപ്പൊ അവരും ടെൻസ്ഡ് ആവും, അവരുടെയും കോർട്ടിസോൾ കൂടും, അവരുടെയും അഡ്രിനാലിൻ കൂടും. അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികളെ പിടിച്ച് തിരുത്താൻ നോക്കുകയാണ് ചെയ്യുക. പക്ഷെ ശരിക്കും ആദ്യം നമ്മൾ നമ്മുടെ ഇമോഷൻ എന്താന്ന് അറിയണം. പാരന്റ്സ് ആദ്യം കാമാവണം, എന്നിട്ട് വേണം കുട്ടികളുടെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിനി മാറാൻ പറ്റില്ല, മക്കളെ മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുന്നതാണ് പല പാരന്റ്സും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ചും ടീനേജിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാൻ പറഞ്ഞല്ലോ, ഇമോഷൻസ് ഹൈ ആയിരിക്കും, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാലോ. നമ്മൾ ആ ഏജ് കഴിഞ്ഞു വന്ന ആൾക്കാരാണ് പാരന്റ്സ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ കംപ്ലീറ്റ് മെച്ചുറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പാരന്റ്സ് ആണ് ആദ്യം ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അഡോളസെൻസിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകാനായിട്ട്. അപ്പൊ ആദ്യം നമ്മളൊരു ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട് കാമാക്കി വെക്കുക, അവര് പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, സ്റ്റേബിൾ ആയിട്ടിരിക്കുക. സോ അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്.
പക്ഷെ അപ്പോഴും നമ്മളൊരു വോയിസ് ജെന്റിൽ ആക്കി കാം ടോണിൽ പോകുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഹീറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെ, ഭയങ്കര എന്താ പറയാ ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളത് നോക്കണം. അവർക്ക് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവണം, ജഡ്ജ് ചെയ്യാത്തൊരു പ്ലേസിൽ. ഞാൻ ഒരു ടീച്ചർ ആയിരുന്നിട്ട് പോലും പല കുട്ടികളും പല ഇൻഫർമേഷൻസ് എന്നോട് വന്നത് അവരുടെ പാരന്റ്സിന് പോലും അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും അവർ വന്ന് പറഞ്ഞത്? ഞാൻ അവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ അവരെ ഇമോഷൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ കൊണ്ടാണ് അവർ വീണ്ടും വരുന്നത്. ഞാൻ സൈക്കോളജി പഠിക്കുന്നതിന് മുന്നേ അങ്ങനെയായിരുന്നു. അവരെന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നൊന്നല്ല. അവർക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിൽ പെടുമ്പോ ഫാമിലിയേക്കാൾ മുന്നേ പല കുട്ടികളും വന്ന് പറയുന്നത് എന്റെ അടുത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് സൈക്കോളജിയിലോട്ട് തിരിഞ്ഞത് എന്നുള്ളത്. കാരണം അവർക്ക് വേണ്ടത് അതാണ്, അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അവരെ ജഡ്ജ് ചെയ്യാതെ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവൻ നമ്മൾ സ്കൂളുകളിൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഒരു സൈക്കോളജിയുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സമയത്താണെങ്കിലും അവിടെയും കുട്ടികൾ, ഈവൻ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള കുട്ടികളെ മാനേജ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അവരിലൊക്കെ മാറ്റങ്ങൾ വന്നത് അവരെ കേൾക്കാൻ ഒരാളെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എപ്പോഴും സിമിലർ സെന്റൻസ് ആണ് ഒരേത്. എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ പറയണ ആർക്കും മനസ്സിലാവില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുക. അവർ നമ്മളോട് ചോദിക്കാറുള്ളത് ഇനി വന്നാ വിളിച്ചോട്ടെ, നമ്പർ തരാവോ എന്ന രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടാണ് കുട്ടികൾ പോവാറുള്ളത്. ആകെ ഒരു ദിവസത്തെ പരിചയം മാത്രമല്ല, അന്ന് മാത്രം കണ്ടിട്ടുള്ള നമ്മളോട് അവരത് ഷെയർ ചെയ്യുന്നത് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലെ, നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്. മുന്നേ നമ്മൾ അവിടെ പോയിട്ട് നമ്മളോട് സംസാരിച്ച കുട്ടികൾ മറ്റുള്ളവരോട് പറയും, അപ്പൊ അവർ അടുത്ത പ്രാവശ്യം മുമ്പ് നമ്മുടെ അടുത്തേക്ക് വരും. ആ ഒരു ഇതാണ്, ആ ഒരു സ്പേസ് ആണ് കുട്ടികൾക്ക് വേണ്ടത്, എന്തും വന്ന് പറയാനുള്ള ഒരു സ്പേസ്. അത് ഉണ്ടാക്കിയെടുക്കൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെഗുലർ ആയിട്ടുള്ള റൊട്ടീൻസ് വേണം, ഒരു പീസ്ഫുൾ ആറ്റിറ്റ്യൂഡ് വേണം. അത് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. ഇപ്പൊ എന്നും കാമായിട്ട് എന്നും കൃത്യം റൊട്ടീൻ ഫോളോ ചെയ്ത് എന്നും ഡിസിപ്ലിനിൽ പോകാൻ പാരന്റ്സിന് പറ്റില്ല. പക്ഷെ പരമാവധി കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റന്റ് ആൻഡ് ബി കൺസിസ്റ്റന്റ്. ഇപ്പോ ഒരു ആക്ടിവിറ്റി നമ്മൾ തുടങ്ങി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, ഡെയിലി ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഒരു ദിവസം ബ്രേക്ക് ആയാലും അല്ലെങ്കിൽ ഒരു 2 ദിവസം ബ്രേക്ക് ആയാലും വീണ്ടും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോവാം, പക്ഷെ നമ്മൾ വീണ്ടും ചെയ്യില്ലേ? അതുകൊണ്ടാണ്. അപ്പൊ പാരന്റ്സ് എപ്പോഴും ഒരേപോലെ ബിഹേവ് ചെയ്യാൻ, അത്രയും കാമായിട്ട് പോകാൻ ഒരു മനുഷ്യനും പറ്റില്ല. പാരന്റ്സിന് എന്നല്ല ഒരു മനുഷ്യനും 100% പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി മാക്സിമം കൺസിസ്റ്റന്റ് ആക്കി വെക്കുക, കൈൻഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പലപ്പോഴും പല ഫാമിലീസും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ട്. സോഷ്യൽ മീഡിയാസ്, കമ്പാരിസൺ, മറ്റുള്ള ആൾക്കാരുടെ കണ്ടിട്ട് അല്ലെ ഭയങ്കര പെർഫെക്റ്റ് ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് ആളുകൾ. ഇത് ഞാൻ കുറെ കാണുന്നതാണ്. പലരുടെയും നമ്മൾ പറയാലോ, സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന ഫാമിലീസ് അവരുടെ റിയൽ ലൈഫ് നമുക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറ്റുമോ? ഈവൻ കമന്റ് സെക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയൊക്കെ പറ്റുന്നത്. നമുക്ക് തന്നെ ഡൗട്ട്ഫുൾ ആവും. അത് ആൻസൈറ്റി കാര്യങ്ങൾ പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഫാമിലീസ് ആകുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ല. ഒരു ജെന്യുവൻ കണക്ഷൻ ഉണ്ടാക്കി ഒരു ഫോർഗിവ്നെസ്സിലൂടെ അല്ലെങ്കിൽ ഒരു സെൽഫ് കമ്പാഷനിലൂടെ നമുക്ക് ഫാമിലി റിലേഷൻസ് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര ഭയങ്കര പെർഫെക്റ്റ് ആവാൻ നോക്കാം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയില്ലേ എന്തുകൊണ്ട് കുട്ടികൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്? ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്, കോർട്ടിസോൾ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു മിനിറ്റ്. കോർട്ടിസോള് ഭയങ്കര കൂടി കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കേണ്ടി വരും. കോർട്ടിസോള് നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് കോർട്ടിസോള് നോർമൽ ആക്കാൻ, നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ ആണെങ്കിൽ
ചെറിയ മെഡിറ്റേഷൻസ്, സിമ്പിൾ ഫിസിക്കൽ എക്സസൈസ്, ദെൻ യോഗ അറിയുന്നവരാണെങ്കിൽ യോഗ, അല്ല എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ്. ആ ഒരു രീതിയിൽ എക്സസൈസുകൾ ചെയ്യാം. കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേക്കാം. ദെൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് കുറച്ച് നാൾ തിരിയുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ മൈൻഡ് ഒന്ന് കാം ആയി കഴിഞ്ഞാൽ പതിയെ കോർട്ടിസോൾ ലെവല് കുറഞ്ഞു വരും. ഭയങ്കര ഹൈ ആയി പോയിട്ടുണ്ട്, അത്രയും നിങ്ങൾക്ക് പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് സ്ട്രെസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുകയും അതിനുള്ള മെഡിക്കേഷൻ എടുക്കുകയും ചെയ്യും. അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. മാം ആ ഈ 12th and 10th പഠിക്കുന്ന മക്കള് അവർക്ക് രാത്രി നല്ല ഉറക്കം. ഇത്ര നമ്മൾ പറഞ്ഞാൽ അവര് ടൈം മാനേജ് ചെയ്ത് പഠിക്കില്ല. അപ്പൊ എനിക്ക് അവർക്ക് ക്ലിയർ ആയില്ല. സ്ട്രെസ് 12th 9th പഠിക്കുന്ന കുട്ടികള് 12th and 10th ഇപ്പൊ ഈ ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികള് എങ്ങനെയായാലും അവര് രാത്രി ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കും. അപ്പൊ അങ്ങനെ എത്ര അവരോട് മാനേജ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. കാരണം ടൈം മാനേജ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വന്നാലും ഒരു 12 above പോവുള്ളൂ ഇരുത്തപ്പോ എങ്ങനെയാണ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക? പറയാം. ഈ ടോപ്പിക്കിന്റെ എൻഡിലോട്ട് വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ, ആക്ച്വലി 10th ഉം 12th ഉം നല്ല പ്രശ്നമാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ഈ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്ത് വന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ, ദ ആർട്ട് ഓഫ് റിഫ്ലക്റ്റീവ് ലിസണിങ്. നമ്മള് ടീനേജിലുള്ള കുട്ടികളോട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് റിഫ്ലക്റ്റീവ് ലിസണിങ് എന്നാണ്. ഇത് ശരിക്കും ടീനേജിൽ മാത്രമല്ല, ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിഫ്ലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് അവര് പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആയിട്ട് കേൾക്കുക എന്നുള്ളതാണ്. ലിസൺ ചെയ്യാം. അതായത് നമ്മൾക്ക് കേൾക്കുമ്പോ തോന്നും ഇത് ഇത്ര വലിയ കാര്യമാണോ, എന്റെ കാലത്ത് ഞാൻ അതൊക്കെ മാനേജ് ചെയ്തു, നീ വെറുതെ, ഇങ്ങനത്തെ ഡയലോഗുകളിലേക്ക് പോവാതിരിക്കാൻ. നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടാവാം, ശരിയാണ്. പക്ഷേ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. അപ്പുറത്തിരിക്കുന്നത് വേറൊരു വ്യക്തിയാണ്. നമ്മുടെ മക്കൾ എന്നതിലുപരി ഒരു എന്താ പറയാ, വേറൊരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. അവർക്കും ഫീലിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ കുറവാണ് കേട്ടോ. പാരന്റ്സ് മാറി വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ ടീനേജിലുള്ള കുട്ടികളെ പറയുമ്പോൾ അവരുടെ ഇമോഷൻ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാറില്ല. ഇതൊന്നും ഇത്ര വലിയ പ്രശ്നമല്ല, ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, ഇതിനൊക്കെയാണോ പ്രശ്നം എന്ന് വിളിക്കുക, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ള ഡയലോഗുകളാണ് സ്ഥിരമായിട്ട് പോവാ. അത് ഒഴിവാക്കുക. അതല്ല അവർ ആഗ്രഹിക്കുന്നത്. റിഫ്ലക്റ്റീവ് ലിസണിങ് ആണ് കൊടുക്കേണ്ടത്. അവരെന്ത് പറയണമെന്നുള്ള സമാധാനത്തോട് നമ്മളിരുന്ന് കേൾക്കണം. നമുക്ക് കുറെ തിരക്കുണ്ടാവാം, വീട്ടിലെ കുറെ സ്ട്രെസ് ഉണ്ടാവാം, പക്ഷെ എന്തായാലും നമ്മുടെ മക്കളാണ്, അവരുടെ പ്രശ്നം നമ്മളും കൂടിയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ പാരന്റ്സ് കേട്ടേ പറ്റും. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യും. അവരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് കുട്ടികളിലേക്ക് വരും. അത് ജഡ്ജ് ചെയ്യാൻ പോരുത്. അവരുടെ ഫീലിങ്സിനെ, അവരുടെ ഇമോഷൻസിനെ, അവരെടുത്ത ഡിസിഷനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റൻഷനും കെയറും നോക്കുക. അപ്പോഴേ അവര് നമ്മളോട് എന്തും വന്ന് തുറന്നു പറയൂ. എനിക്കറിയാൻ പറ്റില്ല, അത് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് സ്വയം ആലോചിക്കാം. ഇവിടെ അഡോളസൻസ് മക്കളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. എന്തും നിങ്ങളോട് വന്ന് തുറന്നു പറയുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാലോചിച്ചാൽ മതി. പറയണമെന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ മക്കൾ എന്ത് ഇഷ്യൂ ഉണ്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് റിഫ്ലക്റ്റീവ് ലിസണിങ് കൊണ്ടുവരാൻ പറ്റാം? ചുമ്മാ കേട്ടിരുന്നാ പോരല്ലോ. റിഫ്ലക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ശരിക്കും മനസ്സിലായി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക വെച്ചാൽ മിറർ ദെയർ ലാംഗ്വേജ്. ഇപ്പൊ കുട്ടികൾ പറയണ ഇതിപ്പോ ഇന്നിപ്പോ എനിക്കൊരു ഒരു പുതിയ സ്കൂളിൽ മാറി വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പൊ ടീനേജിലൊക്കെ അങ്ങനെ ഒരു സ്കൂൾ മാറ്റമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് എന്നെ ആരും ഒന്നും നോട്ടീസ് ചെയ്തില്ല, ആരും എന്റെ കൂടെ ഫുഡ് ഷെയർ ചെയ്തില്ല. ഇന്ന് നമ്മൾ പറയാ ഇത് ഇത്ര വലിയ കാര്യമില്ല എന്ന് പറയാതെ, ഓ നിനക്ക് ഇന്ന് ആകെ ഒറ്റയ്ക്കായില്ലേ, ബോറടിച്ചൂലേ, സാരല്ല, അടുത്ത ദിവസം ഒന്ന് അവരോട്ട് കമ്പനി ആവാൻ ശ്രമിക്കാം, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ആരും കമ്പനി ആയാലും ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല, 2 ദിവസം കഴിയുമ്പോൾ മാറും.
ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ പറഞ്ഞ ടോണ് മാറി, പറഞ്ഞ രീതി മാറി. അത് വലിയ പ്രശ്നമല്ല എന്നുള്ളത് മാറ്റി ഇതൊരു ഇഷ്യൂ ആണ്, അവൻ സഫർ ചെയ്തു അല്ലെങ്കിൽ ഇന്നൊരു ലോൺലിനെസ് ഫീൽ ചെയ്തു എന്നുള്ള ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആ രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്ന് ടീച്ചർ ഒരു കാര്യമില്ലാന്ന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറുതെ ഷൗട്ട് ചെയ്താണെന്ന് പറയുന്ന സമയത്ത് ടീച്ചേഴ്സ് ആകുമ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം എന്തിനാ ഷൗട്ട് ചെയ്തേ, എന്താ കാര്യം, എന്താ ഉണ്ടായത്, സാരില്ല, ആ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മിറർ ദെയർ ലാംഗ്വേജ്. മിററിംഗ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയുക എന്നുള്ളതല്ല, അവരുടെ ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ കൺഫർമേഷൻ. അത് തന്നെയല്ലേ ഉണ്ടായത്, അങ്ങനെ തന്നെയാണോ, എന്തെങ്കിലും ലോൺലിനെസ് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞ ഒരു ആൻസർ അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർക്ക് ക്ലിയർ ആയില്ല, ഇത് തന്നെയാണോ ഫീൽ ചെയ്തത്, ഇനി വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ മാറി മറിയൊന്നുമില്ല. കുട്ടികളും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒറ്റ ദിവസം കൊണ്ട്, ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് എല്ലാം പറയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ എപ്പോഴും അവരോട് പെരുമാറി തുടങ്ങിയാൽ, നമ്മൾ പറഞ്ഞ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാരിറ്റി വരും. എനിക്ക് അവിടെ പോയി പറയാം എന്നുള്ള ഒരു ധാരണ കുട്ടികൾക്ക് വരും, ഒരു ഇമോഷണൽ കണക്ഷൻ വരും നിങ്ങളുടെ അടുത്ത്. പതിയെ പതിയെ അവർ ഓപ്പൺ അപ്പ് ആയി തുടങ്ങും. എന്ത് കാര്യം വന്നാലും നിങ്ങളോട് പതിയെ ഷെയർ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ റിഫ്ലക്റ്റീവ് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നോൺ വെർബൽ ലിസണിങ് ക്യൂസ്. ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ പ്രശ്നം പറയാന്ന് പറഞ്ഞ് കൈയൊക്കെ കെട്ടി നിങ്ങൾ അവരെ പേടിപ്പിക്കാവുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങളോട് പറയാൻ പോകും. വളരെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു ഐ കോണ്ടാക്ട് ഒക്കെ കൊടുത്ത് അവരോട്ട് ഇട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ തലയോ നൽകി കൊടുക്കുക ആണോ എന്നൊരു എമ്പതിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും, അവർ അക്സെപ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവായിരിക്കും, അല്ലെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആവായിരിക്കും, അവർ പോസ് ചെയ്തോട്ടെ, ബ്രീത്ത് എടുത്തോട്ടെ, വീണ്ടും പതുക്കെ വന്നോട്ടെ. ഇനി നിങ്ങൾക്ക് ഇടയിൽ ശ്രദ്ധ പോയാലും നിങ്ങളൊന്ന് ജസ്റ്റ് വീണ്ടും റീഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോൺ വെർബൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്, സംസാരം കൊണ്ട് മാത്രമല്ല. അങ്ങനെ പാരഫ്രേസിംഗ് അല്ല, പറഞ്ഞതിന് സമ്മറൈസ് ചെയ്യുന്നില്ലല്ല, നമ്മൾ കൊടുക്കുന്ന മറുപടി കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഡൗട്ട് വെച്ചാൽ പാരഫ്രൈസ് ചെയ്യാണോ എന്നുള്ളത്, പാരഫ്രൈസ് ചെയ്യാൻ ചുരുക്കി നമ്മളൊന്ന് സെന്റൻസ് മാറ്റി പറയാന്നല്ലേ. അതല്ലേ ഇപ്പൊ എന്നെ ഇന്ന് ടീച്ചർ ഒരു കാര്യമില്ലാതെ ഷൗട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ടീച്ചർ അങ്ങനെ ആണ് എന്നതിന് പകരം നമ്മൾ സ്വാഭാവികമായിട്ടും പാരന്റ്സ് പറയുന്ന റിപ്ലൈ ആണ്, ടീച്ചേഴ്സ് ആകുമ്പോൾ കുറച്ച് ചീത്തയൊക്കെ പറയും. ആ ഒരു മറുപടിക്ക് പകരം ഓക്കെ ടീച്ചർ എന്തിനാണ് ചീത്ത പറഞ്ഞത്, അതിന്റെ ഒരു റീസണിങ്, വിഷമമായിരുന്നു ടീച്ചർ പറഞ്ഞപ്പോ, എന്തായിരുന്നു സംഭവം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഇഷ്യൂ കേൾക്കാനിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യും ഓക്കെ എന്റെ ഇമോഷൻ അമ്മയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്റെ അച്ഛന് മനസ്സിലായി, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ഇമോഷൻ നമ്മൾ മിറർ ചെയ്തു എന്ന് അവർക്ക് കിട്ടും. ആ രീതിയിൽ സംസാരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നോൺ വെർബലിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആണോ ബാക്കിയുള്ളവർക്ക്? അവർക്ക് സൊല്യൂഷനേക്കാളും അവര് ഹേർഡ് ചെയ്തു, ലിസൺ ചെയ്തു എന്നുള്ളതാണ് വാലിഡേറ്റ് ചെയ്തല്ലേ? അതെ, യെസ് യെസ്, അത്രേ ഉള്ളൂ. അതിന് സൊല്യൂഷൻ ഇല്ല. ചിലപ്പോൾ ആ ടീച്ചറുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ചില ടീച്ചേഴ്സ് ചിലപ്പോൾ അറിയാതെ റിയാക്ട് ചെയ്തു, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കുട്ടീനെ അത് പിടിച്ച് സ്കൂൾ മാറ്റലും പോസിബിൾ അല്ല. അതൊന്നും സൊല്യൂഷൻ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ ഇറിറ്റേറ്റഡ് ആണ്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞ ടീച്ചർ ഒരു കാര്യമില്ലാതെ എന്നെ ചീത്ത പറഞ്ഞെന്ന കാര്യം നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അവരോട് ചോദിക്കുന്നത്. ചിലപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. നീ എന്തെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ടീച്ചർ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പാരന്റ്സ് പറയുന്നതാണ് നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും, നീ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും. അവരെ ബ്ലെയിം ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് അവരുടെ എന്തോ പ്രശ്നം ആയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ അവര് നമ്മളോട് ഓപ്പൺ. ആ ഒരു അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പാരന്റ്സ്, ഞാൻ കേട്ടെടുത്തോളം ഒരു മെജോറിറ്റി പാരന്റ്സ് പറയുന്നത് ടീച്ചർ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ആദ്യമേ നമ്മൾ ജഡ്ജ് ചെയ്ത് ബ്ലെയിം ചെയ്യുക. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയ കുറച്ച് ചീത്ത പറയാം, അതിനിപ്പോ എന്താ അത്ര വലിയ പ്രശ്നം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുമ്പോ തന്നെ അവര് നമ്മളോട്, ഇതുപോലെ എക്സാമ്പിള് ഇതുപോലെ 100 കാര്യങ്ങൾ ഉണ്ടാവും അവര് നമ്മളോട് പറയുന്നത്. ഈവൻ ഇതുപോലെ നിങ്ങളുടെ കുട്ടി നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ
കുട്ടിയും നിങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിസ്റ്റന്റ് ആണെന്ന് അർത്ഥം. അറ്റ്ലീസ്റ്റ് സ്കൂളിലെ ഒരു കാര്യം പോലും നിങ്ങളോട് വന്ന് ജസ്റ്റ് ഒരു ഫ്രസ്ട്രേഷൻ പോലും കുട്ടി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലാണ് നിങ്ങൾ പേടിക്കേണ്ടത്. കാരണം അത്രയും ഇമോഷണലി ഡിസ്റ്റന്റ് ആയി നിങ്ങളുടെ അടുത്തുനിന്ന് ആ കുട്ടി. കാരണം നമ്മള് മിസ്റ്റേക്ക് ആണെന്നല്ല, പാരന്റ്സിന്റെ മിസ്റ്റേക്ക് അല്ല ഇത്. കാരണം നമ്മൾ വളർന്നു വന്നൊരു കാലഘട്ടം, നമ്മൾ കണ്ടു വളർന്ന രീതികള്, നമ്മൾ പറഞ്ഞില്ലേ ഒരു കണ്ടീഷനിങ് പ്രോസസ്സിലൂടെയൊക്കെ നമ്മൾ പോയത്. അപ്പൊ ഒരു കാലം വരെ ഞാനും കുട്ടികളെ ചീത്ത പറയുന്ന ഒരു ടീച്ചർ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ചെറിയ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഇപ്പൊ വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കൊക്കെ ഇപ്പൊ ചേർന്ന സമയത്ത് എന്നെ കാണുമ്പോൾ ടീച്ചർ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മളും പഠിക്കുന്നതാണ്, നമ്മളും ലേൺ ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തില്. കാരണം കാലങ്ങൾ മാറി അല്ലെ, നമ്മൾ വന്ന കാഴ്ചപ്പാടുകളല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പാരന്റ്സ് പെരുമാറിയ രീതിയിൽ നമുക്ക് ചിലപ്പോൾ അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വേണം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ ഒരിക്കലും പാരന്റ്സ് മിസ്റ്റേക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പാരന്റ്സിന് അറിയുന്നില്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? കുട്ടികള് പാരന്റ്സിൽ നിന്ന് ഇമോഷണലി ഡിസ്റ്റന്റ് ആവും. അവർക്ക് വേണ്ട നീഡ് പാരന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവർ ഡിസ്റ്റന്റ് ആയി. അതൊരിക്കലും പാരന്റ്സിന് തെറ്റല്ല. നമ്മൾ പറയില്ലേ, ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള അറിവുകൾ അവർക്ക് നേടാൻ പറ്റാതെ പോയതിന്റെ ഒരു ഇഷ്യൂ മാത്രമാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പൊ ഈവൻ കൗൺസിലർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൗൺസിലേഴ്സ് ആണെങ്കിൽ നമ്മൾ പോലും ഒരിക്കലും പാരന്റ്സിനെ ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, നിങ്ങൾ കുട്ടിയോട് ഇങ്ങനെ പറയണമായിരുന്നു, അങ്ങനെ നമ്മൾ ബ്ലെയിം ചെയ്യരുത്. അത് അവരുടെ തെറ്റേ അല്ല. കാരണം അവർ കണ്ടീഷൻഡ് ആണ്. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എത്ര പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതായത് അച്ഛൻ നന്നായിട്ട് ഡ്രിങ്ക് ഒക്കെ കഴിക്കുന്ന ആളാണ്, അമ്മേനെയൊക്കെ തല്ലും. കുട്ടികളെ തല്ലില്ല, പക്ഷെ അമ്മേനെ തല്ലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് വേണ്ട, ഇത് മാറിയെന്ന് പറഞ്ഞ അമ്മ കേൾക്കില്ല, എന്നെ ചീത്ത പറയും. അച്ഛനെ പറ്റി എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ തന്നെ ഞങ്ങളെയാണ് തല്ലുക അമ്മ. അമ്മ ഇത്രയും ദ്രോഹിക്കുന്ന അച്ഛനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അമ്മ അവരെ തല്ലും. ഇതെന്താ അവർക്ക് മനസ്സിലാവാത്തത്? അതൊരിക്കലും അമ്മയുടെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അമ്മ കണ്ടതും കേട്ടതും വളർന്നതും ഒക്കെ അങ്ങനെയായിരിക്കും. കാരണം ഭർത്താവിനെ ഒന്നും പറയാൻ പാടില്ല അല്ലെ, മക്കള് അച്ഛനെ ഒന്നും പറയാൻ പാടില്ല, അച്ഛന്റെ തെറ്റൊന്നും മക്കള് പറയാറായിട്ടില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് അവർ വളർന്നത്. അപ്പൊ അതുകൊണ്ട് അവർ അവരുടെ ശരിയാണ് പറയുന്നത്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അഡോളസന്റ് ഏജ് ആണ്, അവർ ക്വസ്റ്റ്യൻ ചെയ്ത് ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് അവർ ചോദ്യം ചെയ്യും. അതാണ് കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം ഇത് ശരിയല്ല എന്നുള്ളത്, അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ പാരന്റ്സിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ശരി. ഹസ്ബൻഡ് എന്ത് ചെയ്താലും ഹസ്ബൻഡിനെ വിട്ടിട്ട് പോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും പാരന്റ്സിനെ അല്ലെങ്കിൽ അവരെ ഒന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ ടീനേജുകളിലെ കുട്ടികളോട് സംസാരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ നോൺ വെർബൽ ക്യൂസ് ഇമ്പോർട്ടന്റ് ആണ്, റിഫ്ലക്റ്റീവ് ലിസണിങ് ഇമ്പോർട്ടന്റ് ആണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. യെസ് ഓർ നോ നീ ഇത് ചെയ്തോ ചെയ്തില്ലേ, യെസ് ഓർ നോ മാത്രം വരുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുന്ന പോലെ എന്നെങ്ങനെ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി വരുമ്പോ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്, നീ എന്താന്ന് ഇത്ര അപ്സെറ്റ് ആയിരിക്കണേ പറഞ്ഞേ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. ചിലപ്പോൾ അവർ പറയില്ലായിരിക്കും. ഓക്കെ, ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം, ഓക്കെ നീ ഇപ്പൊ പറയണ്ട, പക്ഷെ എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ, പറയണം തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് എനിക്ക് എൻഡ് ചെയ്യാം. അല്ലാതെ പിന്നാലെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഉണ്ടായി എന്താ പ്രശ്നം ചോദിച്ചുകൊണ്ടിരുന്നാൽ കുട്ടികൾ ഇറിറ്റേറ്റഡ് ആവും. ഇവൻ നമുക്ക് ഇഷ്ടമാണോ നമ്മുടെ പുറകെ ഒരാൾ നടന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അഡൽട്സ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇവിടെ അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ പിന്നാലെ നടന്ന് ചോദിക്കുന്നത്? യെസ്, ഇല്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. യെസ്, നോട്ട്സും വീഡിയോസും ഷെയർ ചെയ്യട്ടോ, നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരിഷ്ടപ്പെടുക? അപ്പൊ നമ്മൾ ഒരിക്കലും കുട്ടികളെ പുറകെ നടന്നിട്ട് പ്രശ്നം ചോദിച്ചുകൊണ്ട് നടക്കണ്ട. ചോദിക്കാം, അവര് പറയുന്നില്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കാമായിട്ടുള്ള ടോൺ നമുക്ക് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം, ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. ഈ പറഞ്ഞാൽ എന്താ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്,
മാഡം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ മറ്റേ ഫാദർ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളതാണ്, ഇപ്പൊ ആ കുട്ടി വന്നിട്ട് അമ്മയടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയെടുത്ത് എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? എന്താ എന്താ റെസ്പോണ്ട് ചെയ്യണ്ടെന്നോ? അവളെ അതായത് ഉപദ്രവിക്കണം. ഇപ്പൊ മാം ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ലൈക്ക് ഇപ്പൊ എന്താ പറയാ, അമ്മയ്ക്ക് അമ്മയുടെ സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി പറയും എന്ന് പറഞ്ഞില്ലേ. ഉം ഉം. അപ്പൊ Yes, അങ്ങനെയുള്ള ഇവിടെ അവളോട് പറഞ്ഞ കാര്യം അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും എന്ന് വെച്ചാൽ അച്ഛൻ ഡെയിലി ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഡെയിലി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല, ഇടയ്ക്കാണ് ഉള്ളത്. പക്ഷെ ആ ഇടയ്ക്കാണെങ്കിൽ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൾക്കറിയാം തല്ലുന്നത് തെറ്റാണ്, കുടിക്കുന്നത് തെറ്റാണ്, അതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്മ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അമ്മ പറയും അമ്മയ്ക്ക് വേറെ ജോലിയില്ല, അപ്പൊ പിന്നെ ഡിവോഴ്സ് എന്നുള്ള ഒരു തോട്ട് അവർക്കില്ല. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ജീവിച്ചു, അമ്മ ഓക്കെയാണ്, അമ്മയും ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള മട്ടിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അപ്പൊ ഇവള് അങ്ങനെയുള്ള ശ്രമിക്കുന്നത് ഇവരെ കുട്ടികളുടെ അടുത്ത് തിരുത്താൻ നമ്മൾ എന്താ ശ്രമിക്കുകയാണ്. പറയാ? അതെ ഞാൻ പറയട്ടെ, ഇവള് ഓക്കെ. ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ അച്ഛനെയും നന്നാക്കണം, അമ്മേനെയും നന്നാക്കണം. അതാണ് ഇവളുടെ ലക്ഷ്യം. ഇവൾ അതിനു വേണ്ടിയുള്ള കോൺസ്റ്റന്റ് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവള് സ്ട്രെസ്ഡ് ആവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു സമയം ഈ ഒരു ഏജ് എന്ന് പറഞ്ഞത് ഞാൻ അവൾക്കൂടെ പറഞ്ഞു കൊടുത്തു അച്ഛൻ ഇങ്ങനെയാണ്. അവള് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ, എന്താ അച്ഛന് മനസ്സിലാവാത്തെ, ഇത് ശരിയല്ല എന്ന്. ഇതൊക്കെ തെറ്റാണെന്ന് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഞങ്ങളെ പറ്റി ആലോചിച്ചൂടെ? ഞങ്ങള് പെൺമക്കളല്ലേ, അപ്പൊ ഞങ്ങളെ പറ്റിയെങ്കിലും അച്ഛൻ ആലോചിച്ചൂടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരൊറ്റ ചോദിച്ചു, അങ്ങനെ ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ ഡ്രിങ്കിങ് ഹാബിറ്റിലോട്ട് പോവോ ചോദിച്ചു. അപ്പോൾ ഓർമ്മയില്ല. വെൽ അമ്മയെ തല്ലുന്നത് ശരിയല്ല എന്നറിയാം, പക്ഷെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അമ്മയ്ക്ക് കുഴപ്പമില്ല. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. ഇയാള് വിചാരിച്ച ഇവര് രണ്ടുപേരെയും മാറ്റാൻ പറ്റും? പറ്റില്ല. എല്ലാത്തിനും നമുക്ക് ഉത്തരമുണ്ട്, പറ്റില്ല. സോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ലൈഫ് ആവുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവളുടെ ഡ്രീം ഞാൻ ചോദിച്ചു, അവളുടെ ഗോൾ എന്താന്ന് ചോദിച്ചു. അവളുടെ ഗോൾ ഇപ്പൊ 10ലാണ്, സോ ഫുൾ A+ വാങ്ങിക്കണം. അവൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കും, പക്ഷെ ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല. പഠിത്തത്തിൽ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരണം, പഠിക്കണം, നല്ല ജോബ് നേടണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. കുറെ നേരം സംസാരിച്ചിട്ടോ, കുറെ സമാധാനിപ്പിച്ചു, കുറെ കരഞ്ഞ് എന്റെ അടുത്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ഇങ്ങനെയാണ് ആളുകൾ, അങ്ങനെയായിരിക്കും. അതിൽ അമ്മേനെ തെറ്റ് പറയരുത്, അമ്മേനെ ബ്ലെയിം ചെയ്യരുത്. അവർ ഈ പറഞ്ഞ പോലെ ഈ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവര് വളർന്നു വന്ന കാലഘട്ടം അതിൽ അങ്ങനെയാണ്. അവരെ സംബന്ധിച്ച് അത് തെറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ ചോദിച്ചു അമ്മ ഇട്ടിട്ട് പോവാ അച്ഛനെ? വളരെ പറഞ്ഞു ഇല്ല, ഒരിക്കലും ചെയ്യില്ല. അപ്പൊ നമുക്ക് അതിൽ ഇനി സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഇല്ല. നമുക്ക് അമ്മ എന്തായാലും അച്ഛനെ ഇട്ടിട്ട് പോകാൻ പോകുന്നില്ല, അവർ സെപ്പറേറ്റ് പോകാൻ പോകുന്നില്ല. അച്ഛൻ എന്തായാലും കുടി നിർത്താനോ അച്ഛനെ പറഞ്ഞ് തിരുത്താനോ ആ വീട്ടിൽ ആരും ഏബിൾ അല്ല. ആർക്കും അത് തെറ്റായിട്ട് തോന്നുന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ സൊല്യൂഷൻ ഇല്ല. മനസ്സിലായല്ലോ? അവിടെ ഞാൻ അവളോട് ഇത്രേ പറഞ്ഞു, ഇയാൾക്ക് ഫാമിലിയിലെ ഈ 10-14 വയസ്സിലെ അച്ഛനെയും അമ്മേനെയും നന്നാക്കാൻ പറ്റുമോ ചോദിച്ചു. പറ്റില്ല. അപ്പൊ അവൾക്ക് ആകെ എന്താ ചെയ്യാൻ പറ്റുക? പഠിക്കാനാ പറ്റുന്നത്. സോ ഞങ്ങള് തമ്മിൽ എത്തിയ കോൺട്രാക്ട്, അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നത്തിൽ അവൾ ഇനി ഇടപെടാൻ പോവില്ല. കാരണം ഇടപെടാൻ പോകുമ്പോഴും അമ്മ അവളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ പ്രായത്തിൽ കയറി ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്യുന്നത് അവളെ. അച്ഛനും അവൾക്കെതിരാവും, അമ്മയും അവൾക്കെതിരാവും, പാരന്റ്സ് ശത്രുക്കളാവും. അത് ആ കുട്ടിക്ക് ആവശ്യമില്ല ഈ പ്രായത്തില്. ഞാൻ അവളോട് അത്രേ പറഞ്ഞു, ഇതാണോ നമുക്ക് ആവശ്യം? അല്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ പഠിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഡ്രീംസിന്റെ പുറകെ പോവുക എന്നുള്ളതാണ്, ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഡിസിഷൻ പഠിക്കുക എന്നുള്ളതാണ്. അച്ഛനും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും, കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ വിഷമം എന്നുള്ളതിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ എന്തിലോട്ട്, നമ്മുടെ ഗോളിലോട്ട് മാറ്റിയെടുക്കുക ഓപ്ഷൻ ഉള്ളൂ. കാരണം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രായത്തിൽ. അത് എന്തായാലും സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ എന്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് അവളോട് ഷെയർ ചെയ്തു. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് മനസ്സിലാക്കുന്ന ഒരു മമ്മൻ അതിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം. ചില സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല അവരെ. നമ്മൾ ഒരു ഗോൾ എത്തി, നമ്മുടെ ഒരു ഇതിൽ പൊസിഷനിൽ എത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് മാറ്റമുണ്ട്. നമ്മൾ കുട്ടിയായിട്ട് ഇരുന്നിട്ട് അവിടെ പറയുന്നിടത്ത് അവർ മാറില്ല.
എന്റെ വീട്ടിലാണെങ്കിലും എന്റെ അച്ഛന്റെ ക്യാരക്ടർ അത്ര ഇതായിരുന്നില്ല. അമ്മയും ഞാൻ പറയുന്ന കാലത്തൊന്നും അമ്മ കേട്ടിട്ടില്ല. പക്ഷെ ആസ് ഞാൻ പഠിച്ച് ഞാൻ ജോലിയൊക്കെ നേടിയിട്ട് പറയുന്ന മൊമെന്റ് എത്തുമ്പോഴേക്കും സോ അവിടെ മദേഴ്സിനെ സംബന്ധിച്ച് മക്കൾ ഒരു പ്രായം എത്തിയെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രെങ്ത് വരും. സ്വാഭാവികമായിട്ട് അത് വരും. നേരത്തെ അവർക്ക് ഉണ്ടാവും, പക്ഷെ അവർക്ക് ധൈര്യമില്ല. മക്കള് ചെറുതാണല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് അവർ പിടിച്ചു വെക്കുക. മക്കളൊരു പൊസിഷൻ എത്തിയെന്ന് കാണുമ്പോൾ പാരന്റ്സ് പ്രത്യേകിച്ചും മദേഴ്സ് ആ സ്ട്രെസ് സ്ട്രെങ്ത് എടുക്കും. അവര് പതുക്കെ പിൻവലിഞ്ഞു തുടങ്ങിക്കോളും. അവളോട് ഞാൻ അതാണ് പറഞ്ഞത്. ഒരു പ്രായം കഴിഞ്ഞ് നീ നിന്റെ ഗോൾസ് സെറ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ അവിടെ പാരന്റ്സ് ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ പോയിട്ട് പാരന്റ്സിനെ നന്നാക്കണം, ദെൻ അവളുടെ അച്ഛമ്മ വേറെ കുറെ പ്രശ്നം ഉണ്ടാക്കണം, അവരെ നന്നാക്കണം അവൾക്ക്. ഇതിന്റെ ഒന്നും പുറകെ പോയി കഴിഞ്ഞാല് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് അധികം സമയം സംസാരിച്ചിട്ട് ഈ തീരുമാനത്തിൽ എത്തിയത്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളിടയ്ക്ക് എന്നോട് സംസാരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. കൗൺസിലിംഗ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് എന്നോട് വന്ന് ഒപ്പടപ്പായതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് അതിനൊരു തീരുമാനത്തിലെത്തി. അവൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവള് മാനേജ് ചെയ്യുന്നുണ്ട്. അവൾ ഇരുന്ന് അവളുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് പഠിത്തത്തിലോട്ട് ഓക്കെ മാം, താങ്ക് യു. കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കട്ടായല്ലോ. യെസ് മാഡം, കേട്ടു. താങ്ക് യു. അതാണ് അതില് കുട്ടികൾക്ക് അവർക്ക് കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അതിൽ കൂടുതൽ അവർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഫുൾ കോൺഫ്ലിക്റ്റ് അവർക്ക് തീർക്കാൻ പറ്റില്ല. അത് അവരെ റിയലൈസ് ചെയ്യിച്ചാൽ മതി. അവർക്ക് ഒരിക്കലും അച്ഛനെ മാറ്റാം, അമ്മേനെ മാറ്റാം. കാണുമ്പോൾ വിഷമം ഉണ്ടാവും, അത് സത്യമാണ്. ഞാൻ പറഞ്ഞ വിഷമം വരുമ്പോ എനിക്ക് ആരോടൊക്കെ ഓപ്പണപ്പായി ചെയ്യണമെങ്കിൽ ചെയ്തോ. ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോ ഡയറി ചെയ്തിക്കോ. കാമായിട്ട് ഇരിക്കാൻ കുറച്ച് എക്സസൈസ് പറഞ്ഞു കൊടുത്ത് ചെയ്തോ. എന്നിട്ട് തീരെ പറ്റാതെ വരികയാണെങ്കിൽ എന്നോട് വന്ന് പറയും. നമുക്ക് ഒരു കൗൺസിലിങ്ങിലോട്ട് തന്നെ ഇറങ്ങാം. ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ സംസാരിച്ചോളൂ, കൗൺസിലിങ്ങിലോട്ട് ഇറങ്ങാം എന്നല്ലേ പറയും. അല്ലാതെ അവളെ എന്നോട് കുറെ നാളായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ടീച്ചർ കൗൺസിലിംഗ് എടുക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ എന്നൊക്കെ. അപ്പോഴേ എനിക്ക് അറിയാം എന്തോ ഇഷ്യൂ ഉണ്ട്. പക്ഷെ അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ലാസ്റ്റ് ഒരു ദിവസം എങ്ങനെ പറ്റ് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കയറുന്നു. അങ്ങനെ അപ്പൊ നമ്മള് അവർക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്ന ഒരു മൊമെന്റിൽ, അതിപ്പോ ഈവൻ പാരന്റ്സ് ആണെങ്കിലും കുട്ടികൾ വന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് ഇതേപോലെ പറയും. ഞാൻ ചോദിച്ചു അമ്മയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ, വിഷമാവുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, പോയിട്ട് ഇരുന്ന് പഠിക്കാൻ പറയും. പാരന്റ്സിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അവൾ എന്തിനു ഇടപെടുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര പോയി പറഞ്ഞാലും അവര് മാറില്ല. കേൾക്കുക, അവനവന്റെ ഗോൾസിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതേ ചെയ്യാറുള്ളൂ. ഓക്കെ, അതിലോട്ട് കുട്ടികളെ അവരുടെ ഗോൾ സെറ്റിങ്ങിലോട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മള് ഇമോഷൻ ഫോക്കസ് ചെയ്ത് ഗോൾ സെറ്റിങ്ങിലോട്ട് കൊണ്ടുവരാം, അതേ നടക്കുള്ളൂ ഈ കേസിലൊക്കെ. ഓക്കെ, അപ്പൊ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇന്ററപ്ഷൻസ് ഒഴിവാക്കാം. അവർ പറഞ്ഞു തീരട്ടെ. അവര് പറയുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് പറയാൻ നിൽക്കണ്ട. അതായത് ഈവൻ നിങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യണം തോന്നിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, പാരന്റ്സ് മനസ്സിലൊരു 5 വരെ എണ്ണിക്കോ. പെട്ടെന്ന് ചാടിക്കാൻ റിയാക്ട് ചെയ്താൽ കുറച്ച് സമയം എടുക്ക്. അവര് പറഞ്ഞു തീരട്ടെ. അവർക്ക് പറയാനുള്ളതിന്റെ ഇടയിലൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊണ്ട് പോയി കഴിഞ്ഞാല് നമുക്ക് പറ്റില്ല. ഇപ്പൊ ഈവൻ നിങ്ങളുടെ വീട്ടിൽ ഒരാളോട് നിങ്ങളുടെ ഇമോഷൻ തുറന്ന് പറയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണം, അതിന്റെ ഇടയിലൊക്കെ അവര് കയറിയിട്ട് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ തോന്നില്ല. സെയിം സിറ്റുവേഷൻ ആണ് അവർക്കും. അത് നമ്മൾ ആലോചിക്കില്ല. പലപ്പോഴും പാരന്റ്സ് പലപ്പോഴും അത് ആലോചിക്കാതെ അവര് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ കയറിയിട്ട് റെസ്പോണ്ട് ചെയ്യും. ലെറ്റ് ദം ഫിനിഷ്. അവരത് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിച്ചു. ഇവരിങ്ങനെ കുറെ കാര്യങ്ങൾ പറയണതിന്റെ ഇടയിലിടയിൽ ഞാൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അവൾ എങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സൈലന്റ്ലി നമ്മുടെ മനസ്സിൽ, നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മനസ്സിൽ 5 വരെ എണ്ണിക്കോ. 1 2 3 4 5 എണ്ണുമ്പോഴേക്കും നമ്മളൊന്ന് കാമാവും. എന്നിട്ട് നമുക്ക് പതുക്കെ റെസ്പോണ്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാ അവര് പറയുമ്പോ നമ്മൾ ഇടയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവരുടെ ഇമോഷൻ നമ്മൾ മനസ്സിലാക്കില്ല എന്ന്. നമ്മൾ അവരെ കംഫർട്ട് ആക്കാനായിരിക്കും, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്.
പക്ഷെ അത് തെറ്റാണ്. അവർ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ കൊടുത്തോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ. റഷ് ചെയ്യാതിരിക്കുക, ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മിനിമൈസ് ദ ഇന്ററപ്ഷൻസ്. ഇപ്പൊ റിഫ്ലക്റ്റീവ് ലിസണിങ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ഫീൽ ചെയ്യുക? അവര് ഹേർഡ് ചെയ്തു, അവരെ മനസ്സിലാക്കി, റെസ്പെക്ട് ചെയ്തു. റെസ്പെക്ട് എന്ന് പറയുന്നത് പ്രായഭേദമന്യേ കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഒരാളെ പേര് വിളിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറയില്ലേ മുതിർന്നവരെ പേര് വിളിക്കാൻ പാടില്ല, ചേട്ടൻ ചേച്ചി എന്ന് വിളിക്കും. പക്ഷെ ആ വിളിയിൽ മാത്രം റെസ്പെക്ട് ഉണ്ടായിട്ട് കാര്യമില്ല, ആ ബിഹേവിയറിലും കൂടെ ഉണ്ടാവണം അല്ലേ. അത് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് കൊടുക്കണം. പ്രായം കൂടിയ ആൾക്കാരായിക്കോട്ടെ കുറഞ്ഞ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ആ റെസ്പെക്ട് ചെയ്യുന്നതിനെ റെസ്പെക്ട് ചെയ്യുന്നേ വേണം. ഇപ്പൊ എന്നോടൊക്കെ എത്രയോ കുട്ടികൾ, ചിലപ്പോ ഞാൻ കുറെ ക്ലാസ് ഭയങ്കര ഓവർവെൽമഡ് ആയിട്ടൊക്കെ പോകുമ്പോ ചിലപ്പോ ഞാൻ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരും. അപ്പൊ അവര് ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ഞാൻ അവർ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അവിടെ തെറ്റിയിട്ടുണ്ട്, ശരിയാണ്, അത് മാറിക്കിടക്കുന്നുണ്ട്, വാല്യൂ മാറിയാ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഞാൻ അത് കേട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവര് പറഞ്ഞ ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അവര് ഒപ്പീനിയൻസ് പറയും. സോ അത് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് അവരുടെ ഒപ്പീനിയൻ ആണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ പറയുന്നത് കേൾക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അല്ല നീ ഇപ്പൊ എന്തിനനുസരിച്ച് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര ഇതാവാൻ നിൽക്കരുത്. കൺവെർസേഷൻസ് എപ്പോഴും കാം ആക്കുക, മീനിങ് ഫുൾ ആക്കുക, ഡിഫെൻസീവ്നെസ് കുറയ്ക്കുക. ഫാമിലിയിൽ ഏറ്റവും അത്യാവശ്യമാണ് ഡിഫെൻസീവ്നെസ് കുറയ്ക്കുക, ദെൻ കാം ആയിട്ട് ഇരിക്കുക. ഇമോഷണൽ ക്ലോസ്നെസ് ഭയങ്കര കൂടും, ട്രസ്റ്റ് കൂടും. കുട്ടികൾക്ക് നമ്മളോട് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ നമ്മളോടൊന്നും ഒന്നും പറയാത്തത്. Okay. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എനിക്ക് അവൾ എന്നോട് വന്ന് ഈ പറഞ്ഞ കാര്യം ക്ലാസ്സിലെ ബാക്കിയുള്ള ഒരു കുട്ടിക്കും അറിയില്ല, ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പൊ ഈവൻ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ഒരു കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല ആരാണ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അവരുടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആസ് എ കൗൺസിലർ അതൊരിക്കലും ചെയ്യാൻ കൂടെ പാടില്ല. നമ്മൾ അവരുടെ പേര്, വീട്, നാട്, ഒരു സാധനം വെളിപ്പെടുത്താൻ പാടില്ല. അപ്പൊ ആ ഒരു ട്രസ്റ്റ് നമ്മളോട് ഉണ്ടെങ്കിലല്ലോ. ഇതിപ്പോ ഒരു കുട്ടിയല്ല, ഇഷ്ടംപോലെ കുട്ടികൾ ഇതേപോലെ എന്നോട് വന്ന് പല പല പ്രശ്നം പറയാറുണ്ട്. മുന്നേ പഠിച്ചൊരു കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ചു പോയി, ++ വാങ്ങിച്ച കുട്ടി, അവളുടെ വീട്ടിലെ ഇഷ്യൂസ് എന്നോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളോട് നമുക്ക് ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളോട് ഇഷ്യൂസ് വന്ന് പറയും. അവരുടെ റെസീലിയൻസ് കൂട്ടും. അടുത്തൊരു പ്രശ്നം വരുമ്പോ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അവർക്കറിയാം. അതായത് നിങ്ങളോട് വന്ന് പറയാമെന്ന് അതാണ് നമ്മൾ ആ വാലിഡേറ്റ്. ജസ്റ്റ് മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പോ ഓക്കെ, നമ്മള് എന്താ പറയാ, അവരുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്സാം ഫെയിൽ ചെയ്തിട്ട് വന്നു, സാധാരണയായിട്ട് പാരന്റ്സ് ദേഷ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത്. നേരത്തെ ചോദിച്ചില്ലേ, ഈ 10th-ലും +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികള് എന്താ പറയാ, നല്ല സ്ട്രെസ്ഡ് ആവുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. ഇപ്പൊ പാരന്റ്സ് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന പാരന്റ്സ് അല്ലെങ്കിൽ പോലും അവരിൽ ആ സ്ട്രെസ് ഉണ്ടാവും. കാരണം അവർ ചുറ്റും കാണുന്ന അങ്ങനെയാണ്. അപ്പം കുട്ടികള് ഫെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ദേഷ്യപ്പെടാതിരിക്കാൻ, ഞാൻ എന്റെ ക്ലാസ്സിൽ എത്ര പിള്ളേര് ചില എക്സാംസിലൊക്കെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഒന്നും എഴുതി വെക്കാതെ ആദ്യമൊക്കെ നല്ല കണക്കിന് ചീത്ത അറിയാം. ഇപ്പൊ ഞാൻ ഒന്നും പറയാനില്ല. ഞാൻ അവനെ വിളിച്ച് അല്ലെങ്കിൽ അവിടെ വിളിച്ച് ചോദിക്കാം, എന്താ പറ്റി, എന്താ എഴുതാഞ്ഞ്, എന്താ പ്രശ്നം, മനസ്സിലാവുന്നിട്ടാണോ? അതാണ് ഇപ്പൊ എന്റെ റിയാക്ഷൻ. തല്ലാത്തതിന് ഞാൻ ട്യൂഷൻ സെന്റർ ആണ്, 5 വർഷമായിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ അത്ര വലിയ താല്പര്യമില്ല. അത് സ്കൂൾ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ എനിക്കൊരു ട്യൂഷൻ സെന്റർ ആണ്, 5 years ആയി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ അവിടെ വരുന്ന പല ആൾക്കാരും ട്യൂഷൻ നിർത്തി പോയിട്ടുമുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ, ട്യൂഷൻ നിർത്തി പോകുന്നതിന്റെ തല്ലുന്നില്ല, ടീച്ചർ തല്ലുന്നില്ല, ടീച്ചറെ പേടിയില്ല, തല്ലാത്തതുകൊണ്ടാണ് പഠിക്കാത്തത്. തല്ലാത്തതുകൊണ്ടാണ് പിള്ളേര് പഠിക്കാത്തത്. എന്തല്ല റീസൺ അല്ലേ? തല്ലി കഴിഞ്ഞ പിള്ളേര് പഠിക്കുമോ? അത് തെറ്റ്. പഠിക്കുമായിരിക്കും, ഒരു ദിവസം 2 ദിവസം ആ തല്ല് കിട്ടുന്ന ദിവസം കുറച്ച് കൂടുതൽ പഠിക്കുമായിരിക്കും. പക്ഷെ ഒരു ലോങ് ടേം എഫക്റ്റ് അതിന് ഉണ്ടാക്കാൻ പറ്റില്ല. പേടിച്ച് 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 അവരൊരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല. സോ ആങ്കർ ഭയങ്കര ഒരു ഇമ്പാക്ട് കുട്ടികളിൽ ഉണ്ടാക്കും. ദേഷ്യം കാണിക്കാം, നമ്മൾ അവരൊന്ന് ഫെയിൽ ആയി കഴിഞ്ഞാല് ദേഷ്യപ്പെടാതെ കാമായിട്ടേ, എന്താ പറ്റി, എന്താ ഉണ്ടായേ, ഈ ഒരു റിയാക്ഷൻ എടുക്കുക. എമ്പതറ്റിക് ആവുക അവരോട്.
അവർ ചെയ്തത് എക്സാം ഫെയിൽ ആവുന്നത് ശരിയാണെന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. എക്സാം ഫെയിൽ ആവുന്നത് അവരുടെ ലൈഫിലോട്ട് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അതിന് പകരം എന്താ പറ്റി, എന്താ കാരണം തുറന്നു പറയും, നമുക്ക് മാനേജ് ചെയ്യാം, സാരമില്ല, അടുത്ത എക്സാമിന് വാങ്ങിക്കാം. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അവരുടെ ബൗണ്ടറീസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്തു. ദെൻ അവരുടെ ഒരു ഡിഫെൻസീവ്നെസ് നമ്മൾ എടുത്തില്ല, അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. ഇനി വേറൊരു കാര്യം, നമ്മൾ കുറെ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പല ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ അടുത്ത് പോകാനുള്ള പ്ലാനുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് വീട്ടിലൊരു എമർജൻസി വന്നു, നമ്മളത് ക്യാൻസൽ ചെയ്തു. കുട്ടികൾക്ക് നല്ല ദേഷ്യം വരും, അവര് നമ്മളോട് ചൂടാവും, ദേഷ്യപ്പെടും. അങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞല്ലേ, നിങ്ങളൊരു കാര്യവും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ദേഷ്യപ്പെടും. നോക്കരാ, ഓക്കെ, ഇയാൾ അപ്സെറ്റ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ പോകാൻ ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്, ഇങ്ങനെയാണ്, ഇതാണ് റീസൺ എന്ന് അവരോട് പറയാം. അവരോട് നമ്മൾ പറയാറില്ല, പക്ഷെ നമ്മളത് പറയാൻ വരുന്നത്. ആ ഇമോഷൻ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ അതിന്റെ കാരണം പറഞ്ഞു പറയുന്ന സമയത്ത് അവർ കുറച്ചും കൂടി ആവുന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീക്കിലോട്ട് പ്ലാൻ ചെയ്യാം, ഈ വീക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇത് അത്രയും അത്യാവശ്യമായിട്ട് തോന്നുന്നു, വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിള്ളേർ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളൊന്നും അല്ല നമുക്ക് ചുറ്റും ഉള്ളത്. നമ്മൾ പറയേണ്ട രീതിക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇപ്പത്തെ കുട്ടികൾക്ക് IQ ലെവല് കുറച്ച് കൂടുതലാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കും. ഇപ്പൊ എന്റെ മൂത്ത മോള് ജനിച്ച സമയത്ത് നമ്മളും ഒരു ന്യൂ പാരന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാൻ അത്യാവശ്യം പഠിക്കേണ്ട കാര്യത്തിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അത്യാവശ്യം ഒന്ന് രണ്ടു വട്ടമൊക്കെ, അങ്ങനെ കൂടുതൽ അടിച്ചിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ മക്കളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ടാണ്. അപ്പൊ അവർക്കൊന്നും അടി കിട്ടിയിട്ടൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ മൂത്ത മോള് പറയും, അന്ന് അടിച്ചില്ലേ, അത് ഇവരിപ്പോ അതേ ഇത് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടും എന്താ ചെയ്യാത്ത, അപ്പൊ അങ്ങനെ ചോദിക്കും. എൽഡർ ഡോട്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞാൻ എന്റെ അമ്മയോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന്. സ്വാഭാവികം. നമ്മൾക്കിപ്പോ അറിവ് വരുന്നുള്ളൂ, ഓരോ കാര്യത്തില് അറിവ് വന്നിട്ട് അതിന്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ അടുത്ത കുട്ടികൾക്ക് അതിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മൂത്ത ആൾക്കാർ കാണുമ്പോ അതിന്റെ ഇറിറ്റേഷൻ വരും. അതെ, അതായത് അതെ, അവരും ന്യൂ പാരന്റ്സ് ആണ്. എപ്പോഴും സഫർ ചെയ്യുക ഫസ്റ്റ് ബോൺ ആൾക്കാരാണ്. അത് പെൺകുട്ടിയല്ല ആൺകുട്ടിയല്ല, കാരണം പാരന്റ്സിന് അറിയില്ലല്ലോ. അപ്പൊ അവരും പഠിക്കുകയാണ് അവരുടെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ പലപ്പോഴും സഫർ ചെയ്യാറുണ്ട്, അത് സത്യമാണ്. നമ്മള് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ, ഞാൻ തന്നെ ഇവിടെ ചടിക്കുക, അവിടെ ചെയ്തപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തപ്പോ എന്തായിരുന്നു, സ്വാഭാവികമാണ്. കാരണം അവര് അന്ന് നീ ചെയ്തപ്പോ നീയല്ലേ പറയാ, അങ്ങനെ ചെയ്തപ്പോ എനിക്ക് വിഷമായിന്ന്, അപ്പൊ പിന്നെ അവളുടെ അടുത്ത് ഞാൻ അത് ചെയ്യാൻ പറ്റുമോ എന്നമ്മ ചോദിക്കും. ഈവൻ ഇപ്പൊ ഞാൻ പല ക്ലാസ്സിലും പഠിപ്പിക്കുന്ന കേൾക്കുമ്പോ അമ്മ കേൾക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നാമത് റൂമിലാകുമ്പോ കേൾക്കുമല്ലോ, അമ്മ പറയും, ഇതൊക്കെ പണ്ട് എനിക്ക് അറിയണ, അത് ഇനി പറഞ്ഞിട്ട് കാര്യം, മക്കളൊക്കെ വലിയ പിള്ളേരായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് അറിയാത്തോണ്ടാണ്. ഇപ്പൊ അറിയുമ്പോ അമ്മയ്ക്കറിയാം. അമ്മ എന്നിട്ട് ഇപ്പൊ വേറെ ആരെങ്കിലും കാണുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്ത പിള്ളേർക്ക് വിഷമാവത് എന്റെ അമ്മ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ. അന്ന് അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ ഇന്ന് അമ്മയ്ക്ക് അറിയാം. ആ ഒരു ഡിഫറൻസ് ആണ്. ഉറപ്പായിട്ടും നമ്മള് കുട്ടികൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷൻസ് അറിയില്ല എന്ന് വിചാരിക്കുന്ന വലിയ മണ്ടത്തരാട്ടോ. അത് ടീനേജ് ഒന്നും ആവണമെന്നില്ല. ചെറിയ മക്കളാണെങ്കിൽ പോലും നമ്മള് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ചില കുട്ടികൾ വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന അവസ്ഥയിലൊക്കെ കൊണ്ട് എത്തിക്കുന്നത് പാരന്റ്സ് തന്നെയാണ് സത്യം പറഞ്ഞത്. ആ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി അവർക്ക് ഇങ്ങനെ പറഞ്ഞിടുക. അപ്പൊ നമ്മൾ ചെറിയ പിള്ളേരല്ല, അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഐഡിയ അവർക്ക് കിട്ടുമായിരിക്കും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് കുട്ടികളാണ്, ഒന്നും അറിയണ്ട, അവരോടൊന്നും പറയണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരിക്കുക. അവരോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഓപ്പൺ അപ്പ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഇനി അതുമല്ല, ഇപ്പൊ ചിലപ്പോ പിള്ളേര് പുറത്തു പോയിട്ട് ലേറ്റ് ആയിട്ട് വരുമ്പോ, പ്രത്യേകിച്ച് ആൺപിള്ളേരാണ് കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരാം പെൺപിള്ളേരെക്കാളും. ഒരു ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ പോയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ കയറി വരാം. പ്രത്യേകിച്ച് ടീനേജില് നമ്മുടെ പാരന്റ്സ് ആകുമ്പോൾ ഉറപ്പായും ടെൻഷൻ ഉണ്ടാവും.
നമുക്ക് ദേഷ്യം വരും, എവിടെ പോയി കിടക്കാന്ന് ഇത്ര നേരം, ക്ലാസ് വിട്ടിട്ട് എത്ര നേരം, നീ എപ്പോ പോയതാ, ഇതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പറയാ, നീ വന്നോ, അതെ ഇത്ര ലേറ്റ് ആവണ്ട കേട്ടോ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, നിന്റെ സേഫ്റ്റി ആലോചിച്ചിട്ട് വേറെ ഒന്നുമില്ല, അടുത്ത ദിവസം കുറച്ച് നേരത്തെ വരാൻ നോക്ക്, എവിടെയായിരുന്നു, ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നോ, ഗെയിം കളിക്കാൻ പോയതാണോ, അങ്ങനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ. പിള്ളേർ ഞെട്ടും ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഈ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ അവര് മാക്സിമം ട്രൈ ചെയ്യും. അവര് ഗ്രൗണ്ടിൽ പോയാലും അവർ ആലോചിക്കാൻ തുടങ്ങി, ഓക്കെ പറയാം ഇന്ന് ഇത്ര ലേറ്റ് ആയി പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ അറിയിക്കാനുള്ള വഴികൾ അവർ നോക്കും. ആ കമ്മ്യൂണിക്കേഷൻ കാമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ടൈം സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. നമുക്ക് അവർക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാം, ഈ ടോൺ ഉപയോഗിച്ച്, ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരാം, 100% ഉറപ്പാണ്. എനിക്ക് മക്കളില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ മക്കളാണ് എന്റെ സെന്ററിലുള്ള പിള്ളേരൊക്കെ. അവരിൽ ഞാൻ കാണുന്ന മാറ്റമാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല, കുറെ കാര്യങ്ങളുണ്ട്. അവരെന്നോട് വന്ന് പറയുന്നത്, ഈ ഒരു ടീച്ചർ എന്നുള്ളതിനേക്കാൾ ഒരു സിസ്റ്റർ എന്നുള്ള ബോണ്ട് തന്നെയാണ് നമുക്കുള്ളത്. കാരണം അവർക്ക് ആ സ്പേസ് കൊടുക്കുന്നുണ്ട്, അവരെന്നും പറയുന്നതാണ്. ദേഷ്യപ്പെടാറുണ്ട് കേട്ടോ, അതില്ലാതിരിക്കില്ല, മനുഷ്യരല്ലേ, ദേഷ്യപ്പെട്ടു പോവും. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്കറിയാം ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ ഒരു ഇഷ്യൂ വരുമ്പോ ഞാൻ കൂടെ നിൽക്കും എന്നുള്ളൊരു സംഭവം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണെന്നുള്ളത്. ദെൻ സ്ക്രീൻ ടൈം കുട്ടികളുടെ നിന്ന് മൊബൈലിൽ തട്ടിപ്പറിച്ച് വാങ്ങുക, ഫോൺ വാങ്ങി എടുത്ത് വെക്കുക, ഒരു കാര്യമില്ല. ഞാൻ മുന്നൊക്കെ പറയായിരുന്നു ഫോൺ വാങ്ങി അങ്ങ് അടച്ചു വെച്ചോളൂ, പക്ഷെ ഇപ്പൊ ഞാൻ പറയാറില്ല, കാര്യമില്ല. പാരന്റ്സ് ശത്രുവാവും ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാല്. അതിന് പകരം പറയാ, ഫോണിന്റെ ഇത് ഇങ്ങനെയാണ്, നീ കുറച്ച് ടൈം യൂസ് ചെയ്യും, ഫോൺ യൂസ് ചെയ്യണ്ടെന്നല്ലല്ലോ പറയുന്നത്. ഈ ആ ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാം ആൻഡ് ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നുമ്പോഴാണ് അവര് നമുക്ക് ശത്രുവാകുന്നത്. നിങ്ങൾ ഒരാൾ പിടിച്ച് കൺട്രോൾ ചെയ്യാം, നിങ്ങളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത്ര ടൈമിന് ഉറങ്ങണം, ഇത്ര ടൈമിന് എഴുന്നേൽക്കണം, ഇന്നടത്തേ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യുമോ അതേ ഫീലിങ്സ് തന്നെയാണ് കുട്ടികൾക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങളോട് അവരോട് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശത്രുവാകും. നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ്, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ അവരുടെ സേഫ്റ്റി ആലോചിച്ചിട്ടാണ്. പക്ഷെ അവരത് എടുക്കുന്നത് അവരെ കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യമായിട്ടാണ്. അങ്ങനെയാണ് ടീനേജിൽ അവർ ചിന്തിക്കാം, എന്തിനാ എന്നെ എത്ര കൺട്രോൾ ചെയ്യണേ, എനിക്ക് അറിയില്ലേ കൂട്ടുകാരെ. ഇപ്പൊ എന്റെ അടുത്തൊരു മോൻ പറഞ്ഞ കാര്യമാണ്, അതായത് ജിമ്മിൽ പോവാന്നെ. ജിമ്മിൽ പോയിട്ട് ഒരു വീട് മാറി, പുതിയ സ്ഥലത്താണ്, പുതിയ സ്കൂളാണ്, പുതിയ നാടാണ്. ഇവര് പുറത്താണ്, ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നതാണ്. അപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വന്നു, അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ അവന് ജിമ്മിൽ പോകണം. അപ്പൊ ഇവന്റെ കസിൻ ആദ്യം വരുന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ സ്കൂള് എല്ലാം കഴിഞ്ഞിട്ട് അവന് വരാൻ പറ്റുന്നില്ല, കുറച്ച് ദൂരെയുള്ള സ്കൂളിൽ അവൻ. അപ്പൊ അവന് വരാൻ പറ്റില്ല. അപ്പൊ ഇവന്റെ ഒറ്റയ്ക്ക് പോവും വേണം, വീട്ടിൽ സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട്, എനിക്ക് 10 എന്നാലും ചോദിച്ചാൽ എനിക്ക് ഇവിടെ വരെ പോകാൻ അറിയില്ലേ, എന്നോട് പോവണ്ട, ചെയ്യണ്ട, എപ്പോഴും പറഞ്ഞോണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യണം. പക്ഷെ അമ്മയുടെ ടെൻഷൻ എന്താ, അവൻ അറിയാത്ത പ്ലേസ് അല്ലേ, ഇപ്പൊ കുറച്ചായിട്ടില്ലേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്, അവ പോയി കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ പോലെ ഇല്ലല്ലോ, ഗൾഫിലെ പോലെയല്ല നമുക്ക് ഇവിടെ നാട്ടില് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അവനാണെങ്കിൽ പ്രോപ്പറായിട്ട് മലയാളം വായിക്കാൻ കിട്ടില്ല. അപ്പൊ ആ ഒരു ടെൻഷനാണ് അമ്മയ്ക്ക്. അവൻ വിചാരിക്കുന്നത് എന്താ, അമ്മ എന്നെ കൺട്രോൾ ചെയ്യണം, അമ്മയ്ക്ക് ഒന്നും ഞാൻ ചെയ്യുന്ന ഇഷ്ടമല്ല, എന്നെ ഒരിടത്തും വിടില്ല, ഒരിടത്തും പോകാൻ സമ്മതിക്കില്ല, എപ്പോഴും പിന്നാലെ നടന്നുകൊണ്ടിരിക്കും, ഓരോന്നും ചെയ്യണ്ടെന്ന് പറയും, ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, സെയിം സിറ്റുവേഷൻ, രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്കും ശരിയാണ്. അവൻ ആലോചിക്കുന്നത് അവനെ കൺട്രോൾ ചെയ്തായിട്ടും അമ്മ ആലോചിക്കുന്നത് അമ്മയുടെ സ്നേഹമായിട്ടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ എന്നും വഴക്ക്, ശത്രു, അമ്മ ശത്രു, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. ഈ ഒരു സിറ്റുവേഷൻ പോകുമ്പോൾ എന്താവും, കൂടി കൂടി വരികയുള്ളൂ. അപ്പൊ ഇവിടെ സിമ്പിളാണ്, അമ്മ കാര്യം അവനോട് പറഞ്ഞാൽ മതി, നീ ജിമ്മിൽ പോയിക്കോ, കുറച്ചു നാള് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നീ പോ, നീ ഒന്ന് ഇവിടെ പരിചയമാവട്ടെ, ഈ നാട്ടിൽ വന്ന് നീ എല്ലാടെയും പോയി ഒന്ന് പരിചയമായിട്ട് നീ ജിമ്മിൽ ജോയിൻ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞാൽ അവനത് കേൾക്കും. അവൻ കേട്ടു. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോ അവരങ്ങനെ തന്നെയാണ്. അവൻ ഇപ്പൊ ജിമ്മിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും പോകാൻ തുടങ്ങിയിട്ടില്ല, കുറച്ച് മാസമായി അതൊക്കെ. 10th-ലാണ്, സോ 10th കഴിയട്ടെ എന്നുള്ള അമ്മ പറഞ്ഞപ്പോ അവന് മനസ്സിലായി, അത് കഴിഞ്ഞിട്ട് പോവാം. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ഇതിനാണ് ഇവര് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയി, അമ്മയ്ക്ക് ഉറക്കമില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല, ഇതുപോലത്തെ കുറെ കുഞ്ഞു 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 പ്രശ്നങ്ങൾ വെച്ച് വെച്ച് വലിയ പ്രശ്നമായി അവർക്ക്.
മനസ്സിലാവുന്നുണ്ടോ? എത്ര ചെറിയ കാര്യമാണല്ലേ കേൾക്കുമ്പോ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അത് തീർക്കാൻ പറ്റും. അപ്പൊ സത്യസന്ധമായിട്ട് അമ്മയുടെ പ്രശ്നം പറഞ്ഞു, ഇഷ്യൂസ് പറഞ്ഞു, കാര്യങ്ങള് ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ അവന് ജിമ്മിൽ വിടുന്നുണ്ട്, പിന്നെ പോകാൻ തുടങ്ങി തോന്നുന്നു. ഇപ്പൊ ഇതിൽ കൗൺസിലിംഗ് എടുക്കുന്നില്ല. അത് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് സോൾവ് ആയി പോയി. അപ്പൊ അവൻ ഇപ്പൊ പോകുന്നുണ്ട് തോന്നുന്നു. ജിമ്മിൽ പോയിക്കോട്ടെ. ആ ഒരു സിറ്റുവേഷൻ കാര്യം മനസ്സിലായിട്ട് അവൻ ജിമ്മിൽ പോയിക്കോട്ടെ. ജിമ്മിൽ പോകണ്ടെന്ന് പറയാൻ അമ്മയ്ക്കില്ലല്ലോ. എത്രയോ ഇപ്പൊ, കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ ജിമ്മിൽ പോകാൻ തുടങ്ങിയില്ല. അവിടെ ചെറിയ പിള്ളേർ വരുന്നത് ജസ്റ്റ് ജിമ്മിൽ പോകുന്ന വെയിറ്റ് കുറയ്ക്കാനും മാത്രമൊന്നുമല്ലല്ലോ, സ്ട്രെങ്തനിങ് എന്നുള്ളല്ലോ. സ്പോർട്സിന് പോകുന്ന ഒരുപാട് കുട്ടികൾ അവിടെ വരുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പൊ ഒന്നാമത് ടീനേജിലുള്ള കുട്ടികൾ അവരുടെ കൂടെയുള്ളവർ പോകുന്ന കാണുമ്പോൾ അവർക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും. ഇത് പോയിക്കോട്ടെ, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കേട്ടോ, അവർ പോയിക്കോട്ടെ. അപ്പൊ കൺട്രോൾ ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തട്ടിപ്പറിച്ച് വാങ്ങിക്കാതെ അതിന്റെ റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക. നീ കുറച്ച് യൂസ് ചെയ്തോ, ഇത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഇനി ഇനി നിങ്ങള് ചില സമയം അനിശ്ചിതല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടും. ഇപ്പൊ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടാവും, ഒച്ച എടുത്തിട്ടുണ്ടാവും, ബഹളം വെച്ചിട്ടുണ്ടാവും, ചീത്ത വിളിച്ചിട്ടുണ്ടാവാം. പാരന്റ്സ് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവും. എന്നും കാമായിട്ട് ഇരിക്കാനൊന്നും പാരന്റ്സിന് പറ്റില്ല. കാരണം അവര് നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ കൂടെ ആയിരിക്കും പോകുന്നത്. വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, വർക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈവൻ വീട്ടില് മാത്രം ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അവര് ബേൺ ഔട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടൊക്കെ ആ ബൗണ്ടറീസ് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ റെക്കഗ്നൈസ് ചെയ്യുക, അവരോട് പോയിട്ട് പറയാം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അഡ്മിറ്റ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂ. എന്റെ മോന്റെ മുന്നിൽ ഞാൻ തെറ്റ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്റെ മോളുടെ മുന്നിൽ ഞാൻ തെറ്റ് സമ്മതിക്കില്ല. അച്ഛനും അമ്മയും വിചാരിക്കണം, അച്ഛനും വിചാരിക്കുന്നത്, അമ്മയും വിചാരിക്കുന്നത്. തെറ്റ് പറ്റിയ തെറ്റ് പറ്റി, സോറി, എനിക്ക് പറ്റിപ്പോയി, അടിച്ചുപോയി നിന്നെ. എനിക്ക് അപ്പൊ അത്ര ഇമോഷൻസ് ഹൈ ആയിരുന്നു, എനിക്ക് കുറെ സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ, എനിക്ക് ഇങ്ങനെ സ്ട്രെസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ പറ്റിപ്പോയി, ഇത്തവണ ക്ഷമിക്കും, ഇനി ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊരു വാക്ക് പറയുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളുടെ അടുത്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉള്ളത്, അവിടെ നിങ്ങൾക്ക് അത് പറയാം. അതൊരു എന്താ പറയുക, മക്കളുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറ്റിവെക്കുക. അഡ്മിറ്റ് യുവർ മിസ്റ്റേക്ക്. ദെൻ കുട്ടികൾ ചിലപ്പോൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിണ്ടാവും, അവരിതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യണ്ട. കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ, അവർ വന്ന് പറയും. നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവര് നമ്മളോട് ഒച്ചെടുത്താൽ, അവര് സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചാൽ, അവര് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയാൽ അവർ ഇതേപോലെ വന്ന് നമ്മളടുത്ത് മാപ്പ് പറയും. പക്ഷെ നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു മോഡൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവണം. നമ്മൾ ചെയ്യുമ്പോഴേ അവരും അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കുള്ളൂ. ആ കാര്യം മനസ്സിലുണ്ടാവണം. ഇപ്പൊ ഇവിടെ പറഞ്ഞത് അതാണ്. ക്രിട്ടിസൈസ് ചെയ്തു, നിന്നെ അടുത്ത് ഭയങ്കര ഒച്ച ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കാര്യം എന്താണ്, ഒരു ബ്രേക്ക് എടുക്കുക. ഇവര് തന്നെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത പ്രാവശ്യം ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ മാറിപ്പോവാം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കാം. രണ്ടുപേരും ഇനി അറിയാം, ഞാൻ ഒച്ചെടുത്ത് നീ കുറച്ചു നേരം മിണ്ടാതിരിക്കൂ, അല്ലെങ്കിൽ നീ ഒച്ചെടുക്കണം, ഞാൻ കാമായിട്ടിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കസ് ചെയ്യാം രണ്ടുപേരും തമ്മിൽ. റെസ്പെക്ട്ഫുൾ ആയിട്ട് പോവാം, അത് ഇമ്പോർട്ടന്റ് ആണ്. അസേർട്ടീവ് ആയിട്ട് പറയേണ്ടത് പറയുക, ക്ലിയർ ആയിട്ട് പറയുക, ഫേം ആയിട്ട് പറയുക, ബട്ട് റെസ്പെക്ട്ഫുൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരിടത്ത് അവര് പോവണ്ട, ഇന്ന് നീ പോവണ്ട, ഇന്നിവിടെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇത് ചെയ്തേ പറ്റൂ, വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് നിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും, നിനക്ക് പോവാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ ആണ്, അപ്പൊ ഇന്ന് മൂവിക്ക് പോവണ്ട, സിനിമയ്ക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ട് ഇന്ന് മൂവിക്ക് പോവണ്ട, എനിക്കറിയാം നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കിട്ടുന്ന സമയമാണ്, അല്ലെങ്കിൽ ഇതാണ്, പക്ഷെ ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ, ഇന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അടുത്തൊരു ദിവസം നീ പോയിക്കോ, ഇനി ഒരിക്കൽ പോണ സമയത്ത് ഞാൻ തടയില്ല. ആ ഒരു കാര്യം നമ്മൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ദെൻ ഇനി വേറൊരു കാര്യമുണ്ട്, പാരന്റ്സ് ഭയങ്കര ബേൺ ഔട്ട് ആവും. എത്രയൊക്കെ മക്കളോട് കാമായിട്ട് സംസാരിച്ച് ആ ഒരു മൊമെന്റ് കഴിയുമ്പോൾ നമ്മൾ ടയേർഡായിട്ട് തോന്നും. ഇവൻ നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണ്, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പാരന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും പാരന്റ്സ് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവാറുണ്ട്.
ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വരാം, ഇറിറ്റേറ്റഡ് ആവാം. ഈവൻ നമ്മളെ കുട്ടികളുടെ നിന്ന് തന്നെ നമുക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാം. അതേപോലെ നമുക്ക് ഡേ ടു ഡേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു എൻജോയ്മെന്റ് തോന്നില്ല. എപ്പോഴും തലവേദന, ടെൻഷൻ, ഉറക്കക്കുറവ്, ഒരു ഗിൽറ്റ് ഫീലിംഗ്. എലോൺ ടൈം വേണമെന്നും തോന്നും, പക്ഷെ അതിനെ പറ്റി ആലോചിക്കുമ്പോൾ കുറ്റബോധം, അയ്യോ മക്കളെ അവരൊക്കെ ഇട്ടിട്ട് പോകുന്നുള്ള കുറ്റബോധവും നമുക്ക് തോന്നുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് പാരന്റ്സിനുണ്ട്. ആ സ്ട്രെസ് അവരുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതും ബൗണ്ടറീസ് വിട്ടുപോകാനായിട്ട് കാരണമാണ്. ക്ലിയർ ആണോ ഇതുവരെ? ഇനി നമ്മൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു. കുട്ടികളോട് ചുരുക്കി പറഞ്ഞാൽ കാമായിട്ടിരിക്കുക, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക, അസേർട്ടീവ് ആയിട്ടിരിക്കുക, അവരുടെ സ്പേസ് കൊടുത്ത് ഇമോഷൻ വാലിഡേറ്റ് ചെയ്ത് അവരെ റെസ്പെക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പാരന്റ്സും മനുഷ്യരാണല്ലോ. അവർക്ക് സ്ട്രെസ് വരും, അവർക്കും ദേഷ്യം വരും, അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചെയ്യേണ്ടത് അത് നമ്മളെ മാറ്റിയെടുക്കാന്നുള്ളതാണ്. നമുക്കും കുറെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. മക്കളെ തിരുത്തുന്നതിന് മുന്നേ നമ്മുടെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യണം. അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ പാരന്റ്സ് 2 minute ബ്രീത്തിങ് എടുക്കുക. ഭയങ്കര സ്ട്രെസ് വരുമ്പോ അല്ലെങ്കിൽ വറീഡ് ആവുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് കുറച്ചൊന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടാം. 4 എണ്ണം ഇൻഹെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 സെക്കൻഡ് എടുത്തിട്ട് എക്സെയിൽ ചെയ്യാം. പതുക്കെ 4 സെക്കൻഡ് എടുത്ത് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് എടുത്ത് എക്സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു 2 minutes എങ്കിലും. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 minute ഒരു ടൈമർ വെക്കും, ഒരു അലാം വെക്കും 2 minutes. എന്നിട്ട് ഒരിടത്ത് സമാധാനമായിട്ട് ഇരുന്നിട്ട് ബ്രീത്ത് എടുത്ത് വിടാം. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. അതിന് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്നാണ് പറയാ. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാതെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു 2 minute നമ്മുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മൂഡ് കാമാവും. എപ്പോഴും നമുക്ക് അറ്റൻഷൻ കിട്ടണം, സ്ട്രെസ് കുറയണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ തന്നെ ഉള്ളു വഴി നന്നായിട്ട് നമ്മളെ കാമാക്കും. ഇതിനൊരു സയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ച് വരും. അങ്ങനെയാണ് നമ്മുടെ മൂഡ് കാമാവും. അത് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ അറ്റൻഷൻ അതിലോട്ട് വരാം. നമ്മൾ ഇങ്ങനെ ബ്രീത്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ അലേർട്ട്നെസ് ഒക്കെ കുറയും, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കുറയും. അപ്പൊ നമ്മുടെ മൂഡ് നോർമൽ ലെവലിലോട്ട് വരും. നേരത്തെ ആരോ ചോദിച്ചില്ലേ കോർട്ടിസോൾ കൂടി എന്ത് ചെയ്യാം? മസിൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യാം. നമ്മൾ ഓരോ മസിൽസും ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൈ നല്ല ടെൻസ്ഡ് ആക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. അത് നമ്മൾ JPMR എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മൾ കാല് തൊട്ട് ഹെഡ് വരെ നമ്മൾ എന്ത് ചെയ്യാം, മസിൽസിനെ ടൈറ്റൻ ചെയ്തിട്ട് പതുക്കെ വിടുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ടെൻഷനും നമുക്കിങ്ങനെ മെൽറ്റ് അവേ ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. ബ്രീത്ത് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യൂട്യൂബ് ഉണ്ടല്ലോ ഇന്ന്. നമുക്ക് നമ്മുടെ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ യൂട്യൂബിൽ അതിന് വോയിസ് ഓൺ ആക്കി വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോ. ഇതൊക്കെ ഇത് പാരന്റ്സിന് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് കുട്ടികൾക്കും ചെയ്യാം. അവർക്ക് സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും, എല്ലാവർക്കും, കുട്ടികൾക്കും പാരന്റ്സിനും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സിമ്പിൾ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് ബേസിക്. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ കൗൺസിലിംഗിന് പോകുന്നത്. 5 minutes ഒരു സ്ട്രെച്ച് റൊട്ടീൻ എടുക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമില്ലാത്ത ആൾക്കാരാണ്, ജോലിക്ക് പോകണം. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ജോബിന് പോകണം, രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യലൊന്നും നടക്കില്ല. വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം നമ്മളൊരു 5 minute ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഷോൾഡേഴ്സ് ഒന്ന് റോൾ ചെയ്യുക, കഴുത്തൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നമ്മുടെ ഇടുപ്പ് ആ ഒരു സൈഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഇങ്ങനെ കൈ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ ഒന്ന് ഇങ്ങനെ വലിച്ചു വിടുമല്ലോ.
ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക ബോഡിയിൽ, ഡെയിലി ചെയ്യിക്കുക. ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല, ഡെയിലി ചെയ്യണം. അപ്പൊ നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ് ആവും. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പൊ ഒന്നും കുറെ നേരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ 5 മിനിറ്റ്സോ 10 മിനിറ്റ്സ് ചെയ്യാന്നുള്ളതാണ്. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ജേർണലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ താങ്ക്ഫുൾ ആയിട്ടിരിക്കാം. എപ്പോഴും നമ്മള് തിങ്ക് ചെയ്യുന്നത് നമ്മളൊരു മനുഷ്യരുടെ ഒരു എന്താ പറയാ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യാൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴും ഫോക്കസ് ചെയ്യാൻ നമുക്ക് എന്തില്ല, ഇനി നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു തോട്ടിലാണ് പോവുക. നല്ല കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മൾ ആദ്യം ചിന്തിക്കില്ല, വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ് കുറച്ചും കൂടി നമ്മുടെ പോസിറ്റീവ്സ് നോക്കുക. ഒരു നല്ല ഒരു കാര്യത്തിൽ നമ്മൾ എഴുതി വെക്കുക. അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്താൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ. ഒന്നും ഉണ്ടായില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുക എന്നുള്ളതിന് തന്നെ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അത് സ്മൈലാവാം, ഒരു നല്ല ഭക്ഷണം കഴിച്ചതാവാം, നമുക്കൊരു ലോങ് ടൈം കിട്ടിയതാവാം, എന്തോ ആയിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് ജേർണൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്താണെന്നറിയോ ഇതിന്റെ ഒരു സയൻസ് എന്താണെന്ന് പറയാം, നമ്മൾ പറയില്ലേ നമ്മളെ കാമാക്കുന്ന ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണുകളാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് റിലീസ് ആവും. അതേസമയം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും. നിങ്ങളുടെ അമിഗ്ഡാല ആക്റ്റീവ് ആവും. അമിഗ്ഡാല എന്താന്ന് വെച്ചാൽ ഫിയർ ആണ് കൊണ്ടുവരാം നമ്മുടെ ഉള്ളിൽ, ഫിയർ ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ആ കൊണ്ടുവരാം. നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്ന കാര്യങ്ങൾ ആലോചിക്കും തോറും ഈ ഹോർമോൺസ് കൂടിക്കൂടി വരും, നിങ്ങളുടെ ബോഡീനെ അലർട്ട് ആക്കും. അപ്പൊ ബോഡി വിചാരിക്കും നിങ്ങൾ എന്തോ ഡേഞ്ചറിലാണ്, ബോഡി വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ശരിക്കും നമുക്ക് ബോഡിയും കൊണ്ടും വയ്യാതെയാവും, ശരീരം കൊണ്ടും നമ്മൾ വയ്യാതെയാവും, സ്ട്രെസ്ഡ് ആവും, ബുദ്ധിമുട്ട് അനുഭവിക്കും. അതേസമയം നമ്മൾ പറഞ്ഞോളൂ. അറിയാതെ വേണതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ അത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആക്റ്റീവായിട്ട് ഈ ഹോർമോൺസിനെയാണ് റിലീസ് ചെയ്യിക്കുക. അപ്പൊ നമ്മൾ എന്താവും, നമുക്ക് ഈ ഹോർമോൺസ് വരുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെയാണ് നമ്മൾ ബെറ്റർ ആക്കുക. അപ്പൊ നമ്മുടെ മൂഡ് കാമായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ജേർണൽ. അല്ലാതെ ഈ ജേർണലിംഗ് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇതുകൊണ്ടുള്ള ഗുണം ഇതാണ്, നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിനെ ആക്റ്റീവ് ആക്കാൻ ഇതിന് പറ്റും. സെൽഫ് കെയർ എടുക്കുക. നമ്മള് പാരന്റ്സിന്റെ എപ്പോഴും പ്രയോറിറ്റി മക്കളായിരിക്കും. പാരന്റ്സ് ഏത് നേരം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവര് പറയാം നമ്മൾ മൊത്തം ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, മൊത്തം ചെയ്യുന്ന മക്കൾക്ക് വേണ്ട. അവര് വലുതാകുമ്പോ നിങ്ങളോട് എന്ത് ചോദിക്കുന്ന അറിയോ, ഞങ്ങള് പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മൊത്തം കളയാൻ. ഈവൻ വലുതാവൊന്നും വേണ്ട, ടീനേജിൽ തന്നെ നിങ്ങൾ കേൾക്കേണ്ടി വരും അത്തരം ചോദ്യങ്ങള്. സ്വാഭാവികമാണ്, അവര് ചോദിക്കും. അവര് ശരിയാണ്, ഒന്ന് ആലോചിക്കുക. അവര് നിങ്ങളോട് പറഞ്ഞോ മക്കളെ ഉണ്ടാക്കിക്കോളൂ, മക്കളെ വളർത്തിക്കോളൂ, മക്കൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടോളൂ, മക്കൾക്ക് എല്ലാ സൗകര്യം കൊടുത്തോളൂ എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം എടുത്ത ഡിസിഷനാണത്. എന്റെ മക്കള് പ്രയോറിറ്റി ആണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാളും മുകളിൽ ഒരു പൊടിക്കെങ്കിലും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. പാരന്റ്സ് സ്വന്തം ലക്ഷറീസ് ലൈഫ് എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് എന്ന് പാരന്റ്സ് കുറച്ച് സമയം മാറ്റിവെക്കുന്നു, അന്ന് നിങ്ങൾ കാമാവും. നിങ്ങൾ കാമാവുമ്പോ കാമായിട്ട് മക്കളോട് പെരുമാറാൻ പറ്റും. അപ്പൊ അവരും നിങ്ങളോട് കാമായിട്ട് റിയാക്ട് ചെയ്യും. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്തില്ല. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ആ സ്ട്രെസ് അറിയാതെ കുട്ടികളിലോട്ട് പോകും. അവിടെ മൊത്തം കോൺഫ്ലിക്റ്റ്, ആ ഫാമിലിയിൽ ഫുൾ ടെൻഷൻ. ഇതാണ് സംഭവിക്കുക. അപ്പൊ സെൽഫ് കെയർ എടുക്കുക, പാരന്റ്സ് എടുക്കുക, ഷോർട്ട് ബ്രേക്സ് എടുക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യൂ. ഒരുപാട് മണിക്കൂറുകളല്ല, 10 മിനിറ്റ് 15 മിനിറ്റ്. ഇനി എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. എങ്ങനെ നിങ്ങളുടെ ഇമോഷൻ ബാലൻസ് ആവുള്ളൂ. നമ്മുടെ ഇമോഷൻ ബാലൻസ് ആവാതെ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബോക്സ് ബ്രീത്തിങ്,
4-4-4 വെച്ചാല് 4 സെക്കൻഡ് എടുത്ത് ഇൻഹെയിൽ ചെയ്ത് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഇൻഹെയിൽ എക്സെയിൽ ആണ്. ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാം, ദെൻ എക്സെയിൽ ചെയ്യാം. അതാണ് നമ്മൾ ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബോക്സ് പോലെ 4 സെക്കൻഡ് കൗണ്ട് ചെയ്യുന്നു, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, ദെൻ എക്സെയിൽ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ബോക്സ് ബ്രീത്തിങ് കുറെ വട്ടം ചെയ്യാം, നിങ്ങൾ കാമാവുന്ന വരെ. ദെൻ സിമ്പിൾ ആയിട്ടുള്ള യോഗയൊക്കെ താല്പര്യം ഉള്ളവരാണെങ്കിൽ, എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യോഗ. സിമ്പിൾ ആയിട്ടുള്ള യോഗ പ്രോസസ്സിലോട്ടുണ്ട്. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല യോഗയില്ലെങ്കിൽ നെക്ക് റോൾ എന്നല്ലേ, നമ്മൾ ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ ഷോൾഡറിലൂടെ കംപ്ലീറ്റ് തിരിച്ചു കൊണ്ടുവരാം. അത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് താഴ്ത്തണം, എന്നിട്ട് പതുക്കെ കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യാം. സൈഡ് ടു സൈഡ് വെറുതെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് വരും, നമ്മളൊന്ന് ബ്രെയിൻ ആക്റ്റീവ് ആവും. അതൊക്കെ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നെക്ക് റോൾസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, നിവർത്താം, കൈ ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള വാമപ്പ് എക്സസൈസ് ആണ് അത് കേട്ടോ. യോഗയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് ബോഡി വാമപ്പ് ആക്കാൻ ചെയ്യില്ലേ, ആ സംഭവങ്ങളാണത്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ സീറ്റഡ് ഫോർവേഡ് ബെൻഡ് ചെയ്യാം. കുറച്ച് ഫോർവേഡിലോട്ട് കുറച്ച് ബെൻഡായിട്ട് നിങ്ങളുടെ സ്ട്രെസ്സിന് നമ്മുടെ ബോഡി ഒന്ന് ടൈറ്റൻ ചെയ്ത് പിടിച്ച് ശ്വാസം എടുത്ത് വിടാം. ഇങ്ങനെ ഇതന്നെ ചെയ്യണം എന്നില്ല, ഞാൻ 1-2 സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള മെത്തേഡ്സ് ചെയ്യാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യോഗയിലൊക്കെ ശവാസനം എന്നാണ് പറയാ, അതിനോട് സിമിലർ ആയിട്ടുള്ളതാണ്. ശവാസനം തുടങ്ങുന്നത് ഹെഡ് ടു ടോ ആണെങ്കിൽ ബോഡി സ്കാൻ തുടങ്ങുന്നത് ടോ ടു ഹെഡ് ആണ്. കാലിൽ നിന്ന് തുടങ്ങി ഹെഡ് വരെ പോകുന്ന ഒരു അപ്രോച്ചാണ്. ഓരോ ഏരിയാസ് ഓഫ് ടെൻഷനും ഫീൽ ചെയ്ത് നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കംപ്ലീറ്റ് ബോഡി റിലാക്സേഷൻ ആണ് ബോഡി സ്കാനിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റിലാക്സേഷൻ എക്സസൈസുകൾ, ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞ എന്താണ്, റിലാക്സേഷൻ എക്സസൈസുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതന്നെ ചെയ്യണമെന്നൊന്നുമില്ല, യൂട്യൂബിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ എവിടെ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സസൈസ് കിട്ടും. ആപ്പുകളുണ്ട്, ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. മെഡിറ്റേഷൻ എക്സസൈസുകളുടെ, യോഗയുടെ ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതേക്ക്. ഇതിനൊന്നും ഒരുപാട് സമയം എടുക്കില്ല. ബോഡി സ്കാൻ കുറച്ച് സമയം എടുക്കും, 10 to 15 മിനിറ്റ്സ് എടുക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ബ്രീത്തിങ് എക്സസൈസുകളും ചെറിയ ചെറിയ നെക്ക് റോൾസ് ഒക്കെ ചെയ്യാൻ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരുമോ? നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ടൈം കണ്ടെത്താൻ പറ്റും. പിന്നെ കുട്ടികള്, നിങ്ങൾക്ക് സെൽഫ് കെയർ എടുക്കുമ്പോൾ, നിങ്ങൾ ഒരു വീട്ടിലെ ആക്ടിവിറ്റി ടൈം മാനേജ് ചെയ്യുമ്പോൾ അവര് പഠിക്കും. അവർക്ക് ടൈം മാനേജ്മെന്റ് ഇല്ല, അവര് ചെയ്യുന്നില്ല പറയുമ്പോൾ അവര് നിങ്ങൾ ചെയ്യുന്നത് കാണും. നമ്മുടെ ബന്ധൂരയുടെ ഒരു തിയറി ഇല്ലേ, സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞിട്ട്, കുട്ടികളെ മുഴുവനായിട്ടും എല്ലാം അവർ കണ്ടുപിടിക്കില്ല, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അവർ ലേൺ ചെയ്യും. നമ്മൾ പറയില്ലേ, അച്ഛനും അമ്മയും കാണിക്കുന്ന സ്നേഹം മക്കളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോഴേ അവരുടെ റിലേഷനിൽ അത് കാണാൻ പറ്റുള്ളൂ നമുക്ക്. ദെൻ നമ്മൾ പിന്നെ പറയുന്ന DBTയുടെ ഒരു സ്കില്ലാണ് ടിപ്പ് സ്കിൽ എന്ന് പറഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര വിഷമം വന്നു എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ പോയിട്ട് ഈ ടിപ്പ് സ്കിൽ എന്നുള്ളതാണ്, ഇത് എല്ലാം ചെയ്യണേ ഒറ്റയടിക്ക്. അത് അത്ര നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് മാറി നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് വെള്ളം മോത്തിക്ക് തളിക്കാം, നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ പോയിട്ട് മുഖം കഴുകാന്ന് പറയില്ലേ, ടെമ്പറേച്ചർ, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യിക്കുക. ജിമ്മിങ് ജാക്സ്, ജസ്റ്റ് ഇങ്ങനെ ചാടുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ നന്നായിട്ട് കുറച്ചു നേരം ചെയ്യാം. ദെൻ സ്ലോ ആയിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുക. കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യുക. ഇത് ഇമോഷൻസ് നിങ്ങൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ആദ്യമേ ആ കുഞ്ഞു കുഞ്ഞു ടെക്നിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമേ വരില്ല. സമയമൊക്കെ കഴിഞ്ഞു എന്നറിയാം, കുറച്ചും കൂടെ 2 പേജും കൂടെ കഴിച്ച് നമുക്ക് നിർത്താം. പിന്നെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ്. നിങ്ങൾ പറയില്ലേ, കാണുന്ന 5 കാര്യങ്ങള്, ഫീൽ ചെയ്യുന്ന 4 കാര്യങ്ങള്, കേൾക്കുന്ന 3 കാര്യങ്ങള്, സ്മെല്ല് 2 ടേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങള്,
ഇതുപോലെ ആലോചിക്കുക. നമ്മൾ ഭയങ്കര ഓവർവെൽമഡ് ആവുമ്പോൾ, ഭയങ്കര സ്ട്രെസ്ഡ് നമ്മൾ ചുറ്റും ഇങ്ങനെ കണ്ണടച്ച് തുറന്നിട്ടോ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടിട്ടോ ചുറ്റും നോക്കുക. കാണുന്ന 5 കാര്യങ്ങളുടെ പേര് പറയാം. അതേപോലെ ഫീൽ ചെയ്യുന്ന 4 കാര്യങ്ങള്, ദെൻ കേൾക്കുന്ന 3 സൗണ്ട്. ഇനി സ്മെല്ലൊന്നും വരുന്നില്ലാന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ള ഫ്രൂട്ട്സിന്റെ ഫ്ലവറിന്റെ സ്മെൽ ആലോചിക്കാം. ഇപ്പൊ ടേസ്റ്റ് ആണെങ്കിൽ ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക, വെള്ളം എടുത്ത് കുടിക്കാം. ഇനി വെള്ളം കൈ എത്തുന്ന ഒരു ദൂരത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഉമിനീര് ഇറക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഫുഡിനെ പറ്റി ആലോചിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാണ്. ആക്ച്വലി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാണ്. നിങ്ങളുടെ തോട്ട്സിൽ നിന്ന്, നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്ന് മൈൻഡ് ഡൈവേർട്ടായി. കാരണം മൈൻഡിന് ഇവിടെ 5 സെൻസ് ഓർഗനെ പോയിട്ട് ആക്റ്റീവ് ആക്കണം. കാണണം, കേൾക്കണം, ഫീൽ ചെയ്യണം, സ്മെല്ല് എടുക്കണം, ടേസ്റ്റ് അറിയണം. 5 ഓർഗൻസിനെ ആക്ടിവേറ്റ് ആക്കുന്ന തിരക്കിൽ നിങ്ങളുടെ വറീസിനെ പറ്റി ആലോചിക്കാൻ ബ്രെയിൻ വിട്ടുപോകും. അതിനാണ് ഇത് ചെയ്യുന്നത്. ദെൻ റാഡിക്കൽ അക്സെപ്റ്റൻസ്, അക്നോളജ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത് നമുക്കറിയാം. അതായത് ഇവിടെ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കുട്ടികൾ ഇമോഷണലി മെച്ചോർഡ് അല്ല, കുട്ടികളുടെ ബ്രെയിനും മെച്ചോർഡ് അല്ല. പക്ഷെ നമ്മൾ മെച്ചോർഡാണ്, നമ്മുടെ ബ്രെയിൻ വളർന്നിട്ടുണ്ട്. സോ ആ റിയാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവരാം. ശരിയാണ്, എന്റെ മോൻ ഇപ്പൊ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ മോൾ ഇങ്ങനെ അല്ല റിയാക്ട് ചെയ്യുന്നത്, അവൾ ചെയ്യുന്നത് തെറ്റാണ്, അവൾ ഭയങ്കര ആങ്കർ ആണ്. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ? എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഐ ക്യാൻ ചൂസ് മൈ ടോൺ. എന്റെ ടോണിൽ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ കാമായിട്ടിരിക്കാം, ഞാൻ റിയാക്ട് ചെയ്തിരിക്കുക, അവൾ അവിടെ റിയാക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവൻ അവിടെ റിയാക്ട് ചെയ്തോട്ടെ. അവൻ ഇപ്പൊ ദേഷ്യത്തിലാണ്, അവളിപ്പോ ദേഷ്യത്തിലാണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ കൺട്രോൾ ചെയ്യണം. ആ റിയാലിറ്റി ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ അതല്ല ചെയ്യാറുള്ളത്. അവര് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും തിരിച്ചു ദേഷ്യപ്പെടും. അപ്പൊ അവർ അതിനേക്കാളും ദേഷ്യപ്പെടും. അത് ഭയങ്കര ഒരു ഡിബേറ്റും പ്രശ്നവും കോൺഫ്ലിക്റ്റും ആയിട്ട് എവിടെ ഒന്നെങ്കിൽ പാരന്റ്സ് അവരെ പിടിച്ച് തല്ലും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, ഡോറ് വലിച്ചടയ്ക്കും, ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കും. അപ്പൊ ഒരു ഇമോഷണൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാമിലി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു വീക്കെൻഡോ എന്തെങ്കിലും ഒന്നിച്ചിരുന്ന് എല്ലാവരുടെയും ആ വീക്കിലെ നല്ല മൊമെന്റ്സും മോശം മൊമെന്റ്സും ഷെയർ ചെയ്യാം. നല്ലത് മാത്രമല്ല, ആ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്, ഏറ്റവും വേഴ്സ്റ്റ് മൊമെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പാരന്റ്സും പറയണം, എന്നാലേ മക്കളും പറയും. പാരന്റ്സിന് ഇതേപോലെ ജേർണൽ എഴുതി വെക്കാം. ഇപ്പൊ നമ്മൾ അവരോട് റിയാക്ട് ചെയ്ത രീതിയിൽ വർക്ക് ചെയ്തത് ഏതാണ്, വർക്ക് ചെയ്യാത്തത് ഏതാണ്. ചിലപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും അവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ചിലത് വർക്കായിട്ടുണ്ടാവും. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഒരു ഹ്യൂമാനിറ്റി ഇത് എല്ലാവർക്കും സംഭവിക്കുന്നത്, നമുക്ക് മാത്രമൊന്നുമല്ല, എല്ലാ പാരന്റ്സിനും ഇതേ ഓവർവെൽമിങ്, ഇതേ ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളോട് കൈൻഡ് ആയിട്ടിരിക്കുക. പാരന്റ്സ് സ്വയം കൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ടീനേജേഴ്സിന്റെ ശരിക്കും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ടീനേജേഴ്സിന് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അതായത് ഇപ്പൊ ആ കുട്ടികൾക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒപ്പോസിഷണൽ ഡിഫറെന്റ് ഡിസോർഡർ ഉണ്ടാവാം. അവിടെയൊക്കെ നമുക്കൊരു കൗൺസിലറുടെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ അപ്പോഴും നമ്മൾ ഇതേ അപ്രോച്ച് ഫോളോ ചെയ്യണം. കൗൺസിലിംഗ് എടുത്തിട്ട് മാത്രം കാര്യമില്ല. നീ എന്താലോചിച്ച് കൂട്ടിയിട്ട് ആങ്സൈറ്റി വരുത്തി വെച്ചെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ അവിടെ നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു അപ്രോച്ച് തന്നെ കുട്ടികളോട് ഫോളോ ചെയ്യണം. പ്ലസ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാം. ഇവൻ ചിലപ്പോൾ അവർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഒരു കൗൺസിലിംഗ് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവരോട് സമാധാനമായിട്ട് എന്ന് സംസാരിക്കാം. ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, പലവരും സഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് എടുക്കുമ്പോൾ നീ ബെറ്റർ ആവുകയുള്ളൂ എന്നുള്ള കാര്യം അത് കൂടെയുണ്ട്. ഇഷ്യൂ ഇല്ല, ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കൗൺസിലിങ്ങിന് പോകാനുള്ള മടി മാറും. അല്ല നിന്റെ പ്രശ്നം മാറ്റാൻ ആ കൗൺസിലിംഗ് പോകുന്നു എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി കൗൺസിലിങ്ങിന് വരില്ല, അവർക്ക് നിർത്തി പോവുകയുള്ളൂ. ചിലപ്പോൾ ഒരു സെഷന് വരുമായിരിക്കും, പക്ഷെ നമ്മളോട് സഹകരിക്കില്ല, പാരന്റ്സിനോട് ദേഷ്യം. അത് കമ്പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എമ്പതിയോട് കൂടെ അവരോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അവരും കേട്ടോളും. ക്ലിയർ ആണോ? Yes, ma'am. യെസ് മാം.
പിന്നെ ഇവിടെ ചോദിച്ചൊരു കാര്യം, 10th-ലെയും +2-ലെയും കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഇവൻ നമ്മള് പഠിക്കാൻ പറഞ്ഞില്ലെങ്കിലും അവര് എക്സ്ട്രാ ടൈം ഇരിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിന് വലിയൊരു റീസൺ നമ്മുടെ സമൂഹം തന്നെയാണ്. ഫുൾ A+ ആണ്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആണ്, അല്ലെങ്കിൽ 90 എബോവ് വാങ്ങുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മള്. ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ അവർ കാണുന്നുണ്ട്. വീട്ടിൽ പറയുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ സ്കൂളിൽ പറയുന്നുണ്ടാവും, ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പലയിടത്തും കാണുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ അവർ ഇമോഷണലി അത് വലിയ സംഭവമായിട്ട് എടുക്കും. നമുക്ക് അങ്ങനെയുള്ള കുട്ടികളോട് പറയാം, ഓവർ സ്ട്രെസ് എടുക്കാതിരിക്കുക. സ്ട്രെസ് എടുക്കുന്നത് ഹെൽത്തിന് മോശമാണെന്നും ഫുൾ A+ വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങുന്നതല്ല ഇമ്പോർട്ടന്റ് എന്നും, ഇനി നിനക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല, ആൾക്കാർ പലതും ചോദിക്കുകയായിരിക്കും, ഇതൊന്നും കാര്യമാക്കാതെ ബോൾഡായിട്ട് കിട്ടിയ മാർക്കിൽ അഭിമാനിക്കണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കമ്പാഷനേറ്റ് ആയിട്ട് ഒരു ദിവസം ഇരുന്ന് സംസാരിക്കുക, എന്തുകൊണ്ടാണ് അവർ ഓവർ സ്ട്രെയിൻ എടുക്കുന്നത്, എന്തിനാ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് എന്നുള്ളത് അവരോട് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചാൽ അവർ പറയും. ചിലപ്പോൾ അവർക്ക് ഫുൾ A+ നേടാൻ ആഗ്രഹം ഉണ്ടാവും, ശരിയാണ്, അവർക്കൊരു ആഗ്രഹമായിരിക്കാം. പക്ഷെ എപ്പോഴും പറയാം, ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷെ അത് നമ്മളെ എന്തിൽ കൊണ്ട് എത്തിക്കരുത്, സ്ട്രെസ്സിൽ എത്തിക്കാത്ത ആഗ്രഹങ്ങളാണെന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ മാറ്റാൻ പറ്റും. വലിയ റീസൺ ആണ് കേട്ടോ. കാരണം എന്റെ ഒരു സ്റ്റുഡന്റ്, അവൾക്ക് 8A+ ആണ് കിട്ടിയത്. പാരന്റ് അവളും കൂടി എനിക്ക് ലഡു ഒക്കെ വാങ്ങിയിട്ട് വന്നു. ഈ ലഡു തരാൻ വരുമ്പോ സന്തോഷമുള്ള കാര്യല്ലേ, ലഡു കിട്ടുന്നതിലല്ല, നമ്മൾ പഠിച്ചൊരു കുട്ടി നല്ല മാർക്ക് വാങ്ങി പോകുന്ന കാണുന്നതിന്റെ സന്തോഷം. അത് റിസൾട്ട് കിട്ടുമ്പോ അത് അറിഞ്ഞ് അവര് നമ്മളെ കാണാൻ ഓടി വരുമ്പോഴുള്ള സന്തോഷം. എന്റെ ആ സന്തോഷം മൊത്തം കളഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അച്ഛൻ എന്താണെന്നറിയാം, ലഡു തരുമ്പോ എന്നോട് പറഞ്ഞു, കുറച്ചും കൂടി പഠിച്ചതായിരുന്നു ടീച്ചർ ഇവൾക്ക് ഫുൾ A+ കിട്ടാൻ. ആ കുട്ടിയുടെ മുഖം വാടി വാട്ടം കാണണം ആ മൊമെന്റില്. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, 8A+ അത്ര മോശമൊന്നുമല്ല, അവൾക്ക് എന്തായാലും അഡ്മിഷനൊക്കെ കിട്ടും. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച അത് നേടിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സ്വന്തം പാരന്റ് അങ്ങനെ പറയുന്ന ഒരു വാക്ക് ആ കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും. അവളുടെ ഫേസ്, ചിരിച്ചോണ്ട് വന്നൊരു ഫേസ് സഡൻ ആയിട്ട് മാറുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ പാരന്റ്സിനോട് ദേഷ്യം തോന്നും ഇങ്ങനത്തെ ഇതില്. പക്ഷെ അവരും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കും, 8A+ ഉള്ളൂല്ലേ മോൾക്ക്, നാട്ടിലുള്ള സ്വാഭാവികമായിട്ട് ചോദിക്കും, 8A+ ഉള്ളൂ, ഷോ ആ കുട്ടിക്ക് എന്താ അവള് പഠിച്ചില്ലേ, അവൾക്ക് എന്താ ലാസ്റ്റ് വയ്യാതായോ, അതാണോ 2A+ പോയത്, ഇങ്ങനെ ആയിരിക്കും മറ്റുള്ളവർ ചോദിക്കുന്നത്. ഇത് നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന ഒരു പാരന്റ് സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തോന്നിയാലും മക്കളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരത്ര എത്തിച്ചില്ലേ, അവരത്ര നേടിയില്ലേ, എപ്പോഴും അവരുടെ പോസിറ്റീവ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് അവര് നന്നാവും. ഇപ്പൊ എന്റെ അനിയത്തിക്ക് 10ാം ക്ലാസ്സിൽ അവൾക്ക് 5A+5 ആണ്. ഇവിടെ ഒരു മനുഷ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവളാരും പറ്റില്ല. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എല്ലാം എങ്ങനെയായെന്ന് അവൾക്കറിയില്ല. അവൾ അത്യാവശ്യം പഠിച്ചിരുന്നു, പക്ഷെ നമുക്ക് അറിയില്ല അപ്പോഴത്തെ റിസൾട്ടിന്റെ ആണോ എന്താണോ നമുക്കറിയില്ല. അവള് ഭയങ്കര സങ്കടാക്കും. ഞങ്ങളൊക്കെ സമാധാനിപ്പിച്ചു, പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾക്കതൊരു വാശിയായി. ഞങ്ങൾ ആരും അവളെ ബ്ലെയിം ചെയ്തിട്ടില്ല, ഒന്നും പറ്റില്ല. പിന്നെ അവിടെ നിന്ന് പഠിച്ച അവൾക്ക് ഫുൾ A+ 96% ഒക്കെ വാങ്ങിയിട്ടാണ് അവൾ +2 പാസ് ഔട്ടായി. ഇവിടെ ഒരു മനുഷ്യൻ അവൾക്ക് ഇത് പിന്നാലെ നടന്നിട്ടില്ല, പ്രഷറൈസ് ചെയ്തിട്ടില്ല. അത് അവള് സ്വയം തോന്നി ചെയ്തതാ. എന്ന് വെച്ചാൽ ഓവർ ഉറക്കൊഴിക്കുമ്പോൾ നമ്മളും പറയായിരുന്നു ഇതേപോലെ, ഉറക്കൊഴിക്കരുത്, സ്ട്രെസ്ഡ് ആക്കരുത്, ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഉറക്കാൻ വിടായിരുന്നു. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവള് സ്വയം നേടിയതാണ്, അത് നമുക്ക് പ്രൗഡ് ഉണ്ട്. പക്ഷെ അവള് 5A+ വാങ്ങിച്ച അതേ വ്യക്തി തന്നെയാണ് ഈ ഫുൾ A+ വാങ്ങിച്ച് ഇത്രയും പെർസെന്റേജ് വാങ്ങിച്ചതും. അപ്പൊ ഞങ്ങൾ അവിടെ അവളെ ബ്ലെയിം ചെയ്തിരുന്നെങ്കിൽ, നിനക്ക് ഒന്നുകൂടി പഠിച്ചാണെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ അവൾക്ക് ഒരിക്കലും +2 അത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാണ്. നമ്മള് അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് പോവും. അതേസമയം നീ ഇത്രയും വാങ്ങിയല്ലോ എന്നുള്ള ആ ഒരു വാക്കിലാണ് അവൾ അടുത്തത് വീണ്ടും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ച് അത് നേടിയെടുത്തത്. അവൾ സ്വയം ആഗ്രഹിച്ച് നേടുന്നത്, ഇവിടെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല, അത് നേടുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പോസിറ്റീവ്സ് ഫോക്കസ് ചെയ്താൽ മാത്രമേ അവരുടെ സെൽഫ് എസ്റ്റീം കൂടുള്ളൂ, കോൺഫിഡൻസ് കൂടുള്ളൂ. ഉള്ളൂ. കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം. വേറെ നമുക്ക് നെഗറ്റീവ്സ് ഉള്ള പോലെ തന്നെ കുട്ടികളിലും പല പോസിറ്റീവ്സും പല നെഗറ്റീവ്സ് ഉണ്ടാവാം. നമ്മള് എന്നും നെഗറ്റീവ് മാത്രം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവര് വേർത്തല്ല, അവര് ഒന്നിനും കൊള്ളില്ല, അവരെ കൊണ്ട് പറ്റില്ല,
എന്നുള്ള ഒരു തോന്നൽ വരും. എത്രയോ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് വന്നിട്ട് എപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല ടീച്ചർ, എന്നെ കൊണ്ടൊന്നും ആവില്ല. എന്ന് വെച്ചാൽ എന്താ പറ്റാതെ? എല്ലാരും പറയണം എന്നെ കൊണ്ട് പറ്റില്ല, എല്ലാരും പറയുന്നതാണ്, അവനൊന്നും തോന്നിയിട്ടില്ല. ആ ഒരു ആ കേൾക്കുന്ന മൊമെന്റിലല്ലോ എനിക്കിങ്ങനെ ഉള്ളിലൊരു വിങ്ങില് വിളിയും പിള്ളേരെ എന്നെ പറയുമ്പോ. കാരണം അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ അങ്ങ് വിശ്വസിപ്പിച്ചു അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത്. ഇവിടെ എന്റെ അനിയത്തി പറഞ്ഞൊരു വാക്കുണ്ട്, സിമ്പിൾ ആയിട്ട് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നു. അമ്മ എപ്പോഴോ ഒരിക്കൽ ഇങ്ങനെ ആരോടോ പറഞ്ഞാണ്, സ്നേഹ ആണെങ്കിൽ സൈനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവൾക്കത് ഭയങ്കര വിഷമായി. അവളത് കുറെ കണ്ടു. എന്നിട്ട് അമ്മയുടെ വഴക്ക് കൂടി ഇവിടെ. എന്നിട്ട് ഞാൻ അമ്മേനെ ചീത്ത പറഞ്ഞു, അങ്ങനെ പറയരുത്. ചിലപ്പോ ശരിയായിരിക്കും, അവൾക്ക് അത് ഹാൻഡിൽ പറ്റില്ലായിരിക്കും, പക്ഷെ അവള് കേൾക്കേ അത് പറയേണ്ട കാര്യമില്ല, അവള് ശ്രമിച്ചു നോക്കട്ടെ. അമ്മ പറഞ്ഞു അവൾക്ക് ക്ലാസ് എടുക്കാൻ അവളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ സെന്ററിലിട്ട് വിളിച്ചിരുന്നത്. അവൾക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എടുക്കും പോലെ ക്ലാസ് എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ഭയങ്കര വിഷമം. ഒരു കുഴപ്പം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു നീ പോയി എടുത്തോ, നീ ഒരു കുഴപ്പമില്ല, നീ എടുത്തോ. അവള് വളരെ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കും ഇപ്പൊ. അമ്മ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ പിന്നെ അമ്മ അത് പിന്നെ പറയാൻ നിന്നിട്ടില്ല. ശരി നീ പോയി നോക്ക്, ട്രൈ ചെയ്തൊക്കെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിച്ചപ്പോ അവൾ ഓക്കെ ആയി. അവള് പോയി ക്ലാസ് എടുത്തു, കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കും. അവളിപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കുന്നത്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് കോളേജിൽ പോകുന്ന ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അവള് സ്വയം അവൾക്കുള്ളൊരു ഇത് എന്നുള്ള രീതിയിൽ അവള് PG പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ പോയിട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കുറച്ച് ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഇപ്പൊ ഒരു 5 ഇയേഴ്സ് ആണെങ്കിൽ അതൊരു 20 എബോവ് ഇയേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയാണ് അവളിപ്പോ പോയി പഠിപ്പിക്കുന്നത്. പക്ഷെ അമ്മ അത് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് അവളത് മനസ്സിലാക്കാതിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അവൾ പോവില്ല, പഠിപ്പിക്കൂല്ല, ഒരു കാര്യം ചെയ്യൂല, അല്ലെ? അപ്പൊ നമ്മുടെ ആ പറയുന്ന വാക്കുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത് എന്റെ വീട്ടിലൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇതേപോലെ ഞാൻ വെറുതെ എല്ലാ സ്റ്റുഡൻസിന്റെയും പറഞ്ഞു പറഞ്ഞ ഇഷ്യൂസ് ഷെയർ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഓരോ കുട്ടികൾക്കും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടല്ലെങ്കിൽ പോലും പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് ആലോചിക്കുക. കാരണം അവരത് എടുക്കുന്നത് വേറൊരു സൈഡായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ എല്ലാ വശവും ആലോചിച്ചിട്ട് വേണം പാരന്റ്സ് ആ ഒരു പ്രായത്തില് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവരോട് പെരുമാറും. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കാര്യമാക്കൊന്നുമില്ല. പക്ഷെ ആ അഡോളസന്റ് ഏജ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 20s കഴിയുമ്പോൾ അവർക്കത് പ്രശ്നമൊന്നുമില്ല. ആ നമ്മളല്ല ബ്രെയിൻ ശരിക്കും അപ്പോഴേ അവരുടെ കംപ്ലീറ്റ് മെച്ചുവേർഡ് ആവുള്ളൂ ഒരു 20s കഴിയുമ്പോൾ. അതുവരെ അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ അല്ല. അത് നമ്മൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് കൗൺസിലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനേക്കാളും പാരന്റ്സ് ആൻഡ് എന്താ പറയാ മക്കൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ അടുത്ത് കൗൺസിലിംഗിന് ആരെങ്കിലും വരുവാണെങ്കിലും നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളാണ്. പിന്നെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിലോട്ടും ടെക്നിക്കിലോട്ടും ഒക്കെ നമ്മൾ പോകണം. പക്ഷെ ചെറിയ ചെറിയ ഇഷ്യൂസിനൊക്കെ ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ? ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് മാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പറഞ്ഞത്. ഇപ്പൊ ഞാനാ ചോദിച്ചത് ഇങ്ങനെ കുട്ടികൾ ഉറക്കൊഴിക്കുന്ന കാര്യം. അത് സ്കൂളിൽ നിന്ന് അവർക്ക് അത്യാവശ്യം പ്രഷർ ഉണ്ട്. കാരണം സ്കൂളിന് ഫുൾ ഇത് വേണമല്ലോ. സ്കൂള് മാത്രല്ല ഭയങ്കര പ്രഷർ കൊടുക്കുന്നതിൽ ഈ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നീറ്റ് അങ്ങനത്തെ കോച്ചിങ് സെന്റേഴ്സ്. ഇപ്പൊ എന്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് കുറച്ചുപേര് അവിടെ പോയിട്ട് അവര് മടുത്ത് നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അവര് ഫുൾ A+ ഒക്കെ വാങ്ങിപ്പോയ കുട്ടികളാണ്. പക്ഷെ അവർക്ക് അവിടെ പോയിട്ട് അവിടെ ഈ % വ്യത്യാസമില്ലേ, അതിന് വരെ അവരെ ബ്ലെയിം ചെയ്യും, പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുന്നത് മാത്രമല്ല വേർതിരിവ് കാണിക്കും ടീച്ചേഴ്സ്. അവർ പറയാം ഹോസ്റ്റലില് ഫുഡില് വരെ വേർതിരിവാണ്. 1 മാർക്ക് 2 മാർക്ക് വ്യത്യാസത്തിന് ഞങ്ങളെ ഒന്നിനും വേർത്തല്ലാത്ത പോലെ ഞങ്ങളെ ഫീൽ ചെയ്യിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡൊക്കെ ഒരു ആവറേജ് ലെവലിലുള്ള പഠനമുള്ളായിരുന്നു.
പക്ഷെ മോള് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് പോലും സ്കൂളില് 90 അബവ് എന്തായാലും വേണം എന്നുള്ള പ്രഷറാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഒരു കുട്ടികൾ ഇത്ര സ്ട്രെസ് എടുത്ത് ഉറക്കൊഴിക്കുന്നത്. അതന്നെ. ഇപ്പൊ ഇതുവരെ അവൾക്കൊരു 80s ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഇപ്പൊ അടുത്തൊരു എക്സാം കഴിഞ്ഞപ്പോ നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല. 90 അബവ് അത് കടന്നു കിട്ടിയ അവരൊന്നും പറയില്ല. ഒരു 80s ഒക്കെ ഞങ്ങൾ അതിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തതാണ്. അപ്പൊ ഞാൻ ആസ് എ പാരന്റ് ഞാൻ പറയും ഇറ്റ്സ് എ വെരി ഗുഡ് മാർക്ക്. യു ക്യാൻ, നിനക്ക് നല്ല കാലിബർ ഉണ്ട്, നിന്നെക്കൊണ്ട് പറ്റണ നീ ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ പറയാറ്. പക്ഷെ കുട്ടി പറഞ്ഞു നോ, നിങ്ങളെ പ്രഷറല്ല, എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണം, ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ. അത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇതെന്താന്നറിയോ, കുട്ടികളെ ഈ പ്രഷറിനാല് സ്വയം പ്രൂവ് ചെയ്യാൻ നടക്കും. നേരത്തെ പറഞ്ഞില്ല, അവള് അവളുടെ വീട്ടുകാരെ നന്നാക്കാൻ നടന്ന പോലെയാണ് ഈ പറഞ്ഞത്. സ്വയം പ്രൂവ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു പരിധി വിട്ട് ഡിഗ്രിക്ക് പ്രൂവ് ചെയ്യും, PGക്ക് പ്രൂവ് ചെയ്യും, ചിലപ്പോൾ PhDക്ക് പ്രൂവ് ചെയ്യും. പ്രൂവ് ചെയ്യാൻ നടന്നിടുന്നുണ്ടല്ലോ, ഒരു പോയിന്റ് ഓഫ് മൊമെന്റിൽ നമ്മൾ തളർന്നു പോകും. എന്റെ ഒരു ഫ്രണ്ടിന്റെ കേസാണ്. അവള് നന്നായി മാർക്ക് വാങ്ങിക്കുന്നു. അവള് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞു, PG കഴിഞ്ഞു, PhDക്ക് പോയപ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ PhD സ്റ്റോപ്പ് ചെയ്താലോ. ഞാൻ സ്കോളർഷിപ്പിൽ കിട്ടിയാട്ടോ, റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് കയറിയതാ. എനിക്ക് പ്രൂവ് ചെയ്ത് മടുത്തു. എല്ലാവരുടെയും മുന്നില് പ്രൂവ് ചെയ്ത് എനിക്ക് മടുത്തു. എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനായിരുന്നു. എന്നോട് ഇപ്പൊ പലരും പറയുന്നുണ്ട് പറ്റില്ലെങ്കിൽ വിട്ടോ ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് തോന്നും എനിക്ക് പ്രൂവ് ചെയ്യണം, എനിക്ക് കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. തോൽക്കാൻ ഭയങ്കര പേടിയാവും നമുക്ക് ഒരു മൊമെന്റ് എത്തിക്കഴിയുമ്പോ. പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരാം. കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ലൈഫാണ്, അവള് സിറ്റുവേഷൻസ് വരും. അവള് തന്നെ എടുത്തതാണ് ഡിസിഷനാണ്, നീറ്റ് ചെയ്യില്ല, അവിടുത്തെ മെഡിക്കൽ ഫീൽഡൊക്കെ പോണില്ല, അവൾക്ക് വേറെ കോഴ്സസ് ആണ് താല്പര്യം. പക്ഷെ എന്തായാലും ഈ 12th കഴിയോളം നമുക്ക് അവിടെ ഒരു സ്ട്രെസ് കാണുമ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ. അത് നമ്മൾ ഒപ്പടപ്പായിട്ട് പറയാം, സ്ട്രെസ് ആണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. ദെൻ ഉറക്കൊഴിക്കുന്നതിന്റെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് ഇപ്പോഴല്ല ഇമ്പാക്ട് ചെയ്യാൻ. എനിക്ക് ഇപ്പൊ നീ പഠിക്കാൻ നീ എടുക്കുന്ന സ്ട്രെയിൻ ഇനി ഫ്യൂച്ചറിൽ നീ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ സ്ട്രെയിൻ ഒക്കെ കൂടി അവിടെ അഫക്ട് ചെയ്യും. അപ്പൊ പറ്റുന്നതിൽ കൂടുതൽ സ്ട്രെയിൻ എടുക്കാതിരിക്കുക. കുറച്ചൊക്കെ സ്ട്രെസ് വേണം, കുറച്ച് സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ടി വരും. കാരണം സിലബസ് അത്രയുണ്ട്, കാര്യങ്ങളുണ്ട്, എക്സാമിന് സ്കോർ ചെയ്യണം, അഡ്മിഷൻ ഒരു ഫാക്ടറാണ്. പക്ഷെ ആ സ്ട്രെയിൻ കൂടുതൽ നമ്മൾ പറയില്ലേ, നമ്മൾ ഓവർവെൽമിങ് ആയി എടുക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടി കാണിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനാണെങ്കിലും പറ്റുന്ന ലെവലിലോട്ട് ഓവർ സ്ട്രെയിൻ ചെയ്യാതെ പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഞാൻ എത്രയോ ക്ലാസ്സുകൾ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ എനിക്കിടയിലൊക്കെ ക്ലാസ് എടുത്തിരിക്കാം അല്ലേ. അപ്പൊ നമ്മളത് ഞാൻ പ്രൂവ് ചെയ്യാം, എനിക്ക് കുറച്ചും കൂടി ക്ലാസ് എടുക്കാൻ പറ്റും, ഞാൻ പ്രൂവ് ചെയ്ത് വെച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ അത് എനിക്ക് സ്ട്രെയിൻ ആയിട്ട് മാറും. അപ്പൊ അത് കുട്ടികളെ ഒന്ന് പറഞ്ഞ് സമാധാനത്തിൽ പറഞ്ഞ് നോക്കുക. പിന്നെ സ്കൂളിൽ നിന്നുള്ള പ്രഷർ ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് മാറാനുള്ള ചാൻസ് കുറവാണ്. ഇനി അടുത്തൊരു അക്കാദമിക്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടി ലെസ് പ്രഷറൈസ് ചെയ്യുന്ന വല്ല കോളേജുകളും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പറയാൻ പറ്റില്ല, പ്രൈവറ്റ് ഇപ്പൊ എവിടെ പോയാലും പ്രഷർ ആണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തില്. അപ്പോ നമ്മള് കൂടി ഇരുന്ന് ഇവിടെയാണ് നോക്കുന്നത്, UAE യിലല്ലേ? തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോകാൻ പറയുന്നത്. ഇത് അത് UAE യിൽ മാത്രമല്ല കേട്ടോ, നാട്ടിലും അതെ. കുഞ്ഞു മക്കളെ ഇട്ട് പ്രഷർ കാണിക്കുന്നത് കാണണം സ്കൂളുകളിൽ നിന്ന്. 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ കിടന്ന് എന്താ പറയാ സ്ട്രെസ് എടുക്കുക പഠിച്ചെത്താൻ വേണ്ടിയിട്ട്. നമുക്കത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ നല്ലത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? കുറെ പേരൊക്കെ ലീവ് ചെയ്തു, സമയം കടന്നുപോയി. യെസ് മാം, വളരെ ബെനിഫിഷ്യൽ. ഓക്കെ ഓക്കെ, നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സൈഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലെ? Thank you, ma'am. Good night. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്.